എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാനൊരു ഗുരുതരമായൊരു പ്രശ്നത്തിലാണ്. 20% ആയിക്കഴിഞ്ഞാൽ നമുക്ക് 0% വരെ ഓടുന്നതിനിടയ്ക്ക്, കാരണം നമ്മുടെ റേഞ്ച് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ 20 താഴോട്ട് വന്നത്. നമ്മൾ സാധാരണ പറയുമ്പോഴത്തേക്ക് 0 20 എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ 20 എത്തിക്കഴിഞ്ഞാൽ 0 വരെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് 12 കിലോമീറ്റർ ഓടാൻ പറ്റുന്നുണ്ട്. അത്രേ ഉള്ളൂ. എന്നാൽ ലിംബ് മോഡ് വരുന്നുമില്ല. മുൻപ് അല്ലെങ്കിൽ എത്ര കിലോമീറ്ററാണ്? അല്ലെങ്കിൽ എനിക്ക് 40 കിലോമീറ്റർ ഓടാം. 40 ഓടാം. അപ്പോൾ ഈ 200ഓളം വാഹനങ്ങളിൽ ബാറ്ററി പ്രോബ്ലം ഉണ്ട്. ബാറ്ററി പുതിയത് വെച്ചാൽ തന്നെ അത് വീണ്ടും കംപ്ലൈൻ്റ് ആവുന്നു. അവിടെ വരുന്ന വിഷയം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിൻ്റെ വിഷയമായിരിക്കും. ഇനി സോഫ്റ്റ്വെയർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിക്ക് ഇഷ്യൂ വരുന്നു. പിന്നെ ഇത് രണ്ടും വെച്ച് കഴിഞ്ഞാൽ അടുത്ത് പിന്നെ നമ്മുടെ മോട്ടറിന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ടെക്നീഷ്യന്മാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ല. അവർ ഒരാളിനെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് കമ്പനി. അവർ വരുന്ന അവരെന്താണ് ചെയ്യണമെന്ന് ഈ ടാറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്ന സർവീസ് സെൻ്ററിൽ ആർക്കും തന്നെ അറിയാം. ഞാൻ ആദ്യം എടുക്കുമ്പോഴത്തേക്ക് ക്രൂയിസ് കൺട്രോൾ ഇല്ല. അപ്പോൾ ക്രൂയിസ് കൺട്രോള് ശരിക്കും അതെങ്ങനെ ഉപയോഗിക്കണമെന്നല്ല എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉണ്ട്, വണ്ടി കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് തന്നു. പക്ഷേ ഈ എന്താണ് അവർ ചെയ്തതെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എന്താണ് സോഫ്റ്റ്വെയർ? അത് ക്രൂയിസ് കൺട്രോൾ വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് എന്തിനാണ്? ഞങ്ങൾക്ക് അറിഞ്ഞിട്ട് ടാറ്റയുടെ കെട്ടിയുന്ന ആൾ വന്നവർ ചെയ്തു തന്നു. ഇത്രയും നമുക്കറിയാവും. ഇതായിട്ടുള്ള 2 കംപ്ലൈൻറ്റുകൾ. ഒന്ന് ആക്ച്വേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് ഗണ്ണും അതുപോലെ സ്ലോ ചാർജിങ് ഗണ്ണും നമ്മുടെ വാഹനമായിട്ട് ഘടിപ്പിക്കുന്ന ഒരു ഉപകരണമാണ്. അത് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ കമ്പനിയിൽ കൊടുത്തു. ലോക്കായി പോകുന്നതല്ല, ചില സമയത്ത് ചാർജ് കയറാറില്ല, ചില സമയത്ത് പിന്നെ ലോക്ക് ആവുന്ന വിഷയമുണ്ട്. ലോക്ക് ആവുന്ന സമയത്ത് നമുക്ക് പകരം ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്, അത് റിലീസ് ചെയ്യാതെടുക്കാം. എന്നാൽ സർവീസ് സെൻ്ററിനെ കുറിച്ച് കംപ്ലൈൻറ്റുകളേ ഉള്ളൂ. നമ്മുടെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ 6000-ഓളം മെമ്പറാണ്. ആ 6000-ൽ 3000-ഓളം പേരും പറയുന്നത് സർവീസ് സെൻ്ററിനെ കുറിച്ച്, വാഹനത്തിനെ കുറിച്ചല്ല, സർവീസ് സെൻ്ററിനെ കുറിച്ച്. ഒരുപാട് ആൾക്കാർ നമുക്ക്, അതായത് യൂട്യൂബിൽ വീഡിയോ കണ്ടാലും നമുക്ക് മനസ്സിലാവും. പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇത് ഈ EV കൈകാര്യം ചെയ്തിട്ടുള്ള ടെക്നീഷ്യന്മാരല്ല അവിടെ ഇരിക്കുന്നത്. ഓരോ മെഷീനും ഓരോ മെത്തേഡ്. ചില മെഷീൻ എന്ന് പറയുമ്പോൾ ഗണ്ണ് കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുത്താൽ, ചില മെഷീൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം ഗണ്ണ് കണക്ട് ചെയ്യുന്നു. ഓരോ കമ്പനിക്ക് ഓരോ മെത്തേഡ്. ഇതൊക്കെ ഒന്ന് ഏകീകൃതമായിട്ട് വരണം. അതിൻ്റെ പവർ വന്നിട്ട് ഒരു ഇന്നോവയുടെ ഒരു എന്താ പറയണേ 2600 cc ആണല്ലോ അതിൻ്റെ ഒരു പവറിലാണ് ഇത് കുതിച്ച് പായുന്നത്. പക്ഷേ സ്പീഡ് കൂടുന്തോറും ചാർജ് കുറയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിലും പക്ഷെ നമുക്ക് വണ്ടി എടുത്ത് പോവാൻ, യാത്ര ചെയ്യാൻ ഇതുപോലൊരു വാഹനം. ബ്രേക്ക് പാഡ് എന്ന് പറയുന്നത് നമുക്ക് 4 ബ്രേക്ക് പാഡ് മാറണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 8000 രൂപ നമുക്ക് ചിലവ്, ലേബർ ഉൾപ്പെടെ. അത് ഈ വണ്ടിക്ക് ലാഭമാണ്. പിന്നെ സർവീസ് സാധാരണ ഒരു 10000 കിലോമീറ്റർ ഓടുന്ന ഒരു IC എഞ്ചിന്റെ വാഹനത്തിന് എങ്ങനെയായാലും 5000 രൂപ സർവീസ് ചാർജ് ആവും. നമുക്ക് 1500 രൂപ ഉള്ളൂ. അത്രേ ഉള്ളൂ. 10000-ൽ സർവീസ് ഇല്ല, 15000-ലാണ്. ഹായ് ഹലോ, മാസ്റ്റേഴ്സ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് ശൈലേന്ദ്രൻ ചേട്ടനാണ്. ഈ ചേട്ടനാണ് നമുക്ക് ഏകദേശം EV വണ്ടികളുടെ ഒരു എക്സ്പെർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പുള്ളിക്കാരൻ്റെ വണ്ടി ഇപ്പോൾ ഏകദേശം 1,50,000 അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. നമുക്ക് ചേട്ടൻ്റെ തന്നെ ചോദിച്ചു. ചേട്ടാ സുഖം, എങ്ങനെയായിരിക്കുന്നു കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഏകദേശം 1.5 ലക്ഷം കിലോമീറ്ററിന് ഇനി ഒരു 400 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ 1.5 ലക്ഷം. ഈ ഇത്രയും ഓടിയപ്പോഴത്തേക്കും ഹാപ്പിയാണ്. അപ്പോൾ എനിക്ക് 100% ഹാപ്പിയാണ്. ഈ വണ്ടി ചേട്ടാ എനിക്ക് തോന്നുന്നു ആദ്യം ഒരു നേരത്തെ ഉള്ള സമയത്ത് എടുത്തില്ലേ ഇത്? ഇപ്പോൾ ഞാൻ 2022 ഏപ്രിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പോഴൊരാൾക്ക് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യൂസറായിട്ടുള്ള ആൾക്കാരെ നമുക്ക് ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് ചേട്ടാ എങ്ങനെയായിരുന്നു, ആ ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു? ആൾക്കാർ ഇപ്പോൾ പറയും നെഗറ്റീവ് പറയില്ലേടാ എടുക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ്. ഞാൻ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സ്വന്തക്കാർ, എൻ്റെ പരിചയക്കാർ മുഴുവൻ പേര് നെഗറ്റീവായിരുന്നു. ഒരാൾ പോലും നല്ലതായിട്ട് പറഞ്ഞില്ല. എൻ്റെ വൈഫ് പറഞ്ഞ് ഇതൊരു പുതിയ ടെക്നോളജി, അത് ആരെങ്കിലുമൊക്കെ എടുത്ത് ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ആരെങ്കിലും പറയണത് ഇതൊന്നും എടുക്കാത്തവരും ഇത് ഉപയോഗിക്കാത്തവരും പറയണത് കേൾക്കേണ്ട കാര്യമില്ല. പുതിയ ടെക്നോളജിയിലേക്ക് നമ്മൾ കയറി പോവുക. അതെൻ്റെ വൈഫ് തന്ന ഒരു ഉപദേശമായിരുന്നു. അത് ഞാൻ, കാരണം വേറെ ആരും എനിക്ക് ഉപദേശത്തിൻ്റെ ആവശ്യം എനിക്കില്ല. വൈഫ് പറഞ്ഞു എടുക്കാമെന്ന് തന്നെ പറഞ്ഞു. കാരണം വൈഫിന് ഓടിക്കാൻ അറിയാം. അപ്പോൾ അതിൽ തന്നെയാണ് തുടക്കം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും എന്നെ പ്രാന്തനെന്ന് വിളിച്ചു. ചിലരെൻ്റെ അടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ
ഞാൻ ഈ കളിപ്പാട്ടം കൊണ്ട് കിടക്കണം എന്നാണ്. ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരാണ്. കളിപ്പാട്ടം കൊണ്ട് കിടക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ശരി, ഞാൻ കളിപ്പാട്ടം തന്നെയാണ് കൊണ്ട് കിടക്കുന്നത്. വണ്ടിക്കകത്ത് ഇരുന്ന് യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർ വരെ പറഞ്ഞു ഈ കളിപ്പാട്ടം കൊണ്ട് ഇവിടെ പോകണം. അങ്ങനത്തെ കാരണം പക്ഷേ അവരുടെ മനസ്സിൽ വണ്ടിക്ക് ക്ലച്ച് ചവിട്ടേണ്ട വരുന്നില്ല, ഗിയർ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നില്ല, പിന്നെ വണ്ടിക്ക് ശബ്ദമില്ല, ഒരു കാറ്റ് പോകും പോലെ അങ്ങ് അപ്പോൾ അതൊരു കളിപ്പാട്ടം പോലെ എല്ലാവർക്കും തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് ഇതിൻ്റെ പവർ വന്നിട്ട് ഒരു ഇന്നോവയുടെ ഒരു എന്താ പറയണേ 2600 cc ആണല്ലോ ഇന്നോവ, അതിൻ്റെ ഒരു പവറിലാണ് ഇത് കുതിച്ച് പായുന്നത്. പക്ഷേ സ്പീഡ് കൂടുന്തോറും ചാർജ് കുറയും, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിലും പക്ഷെ നമുക്ക് വണ്ടി എടുത്ത് പോവാൻ യാത്ര ചെയ്യാൻ ഇതുപോലൊരു വാഹനം സത്യത്തിൽ. അതായത് എൻ്റെ ഒരു സുഹൃത്ത് പുള്ളിക്ക് ബെൻസും ഉണ്ട്, അവിടെയുണ്ട്. പുള്ളിക്കാരൻ ഈ 2 വണ്ടിയും ഷെഡിൽ ഒതുക്കിയിട്ടിട്ട് ആശം 1 വർഷമായി. പുതിയ വണ്ടി എടുത്ത് ശേഷം EV-യിലാണ് പുള്ളിയുടെ യാത്ര. കാരണം വെച്ചാൽ ഇതിൽ കംഫർട്ടാണ്, അത്രയും നല്ല സുഖകരമായ യാത്ര. അത് EV എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ EV-യിൽ യാത്ര ചെയ്തവർക്ക് അത് അറിയാം. അത് മാത്രമല്ല, നമ്മളിപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്ന നേരത്ത് ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരും ഇപ്പോൾ ഇതിലോട്ട് മാറും. ഞാൻ നെഗറ്റീവ് പറഞ്ഞ ഒരാളിപ്പോൾ വണ്ടി എടുത്തു എൻ്റെ അടുത്ത് തന്നെ വന്ന് ചോദിച്ചു, അപ്പോൾ ഇത് കൊള്ളാമല്ലേ? ഞാൻ പറഞ്ഞു സൂപ്പറാണ്, എന്തെങ്കിലും നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ മാറ്റിത്തരാം. അങ്ങനെ ഗ്യാരണ്ടിയിൽ എനിക്ക് അന്ന് നെഗറ്റീവ് പറഞ്ഞ ആൾ തന്നെ ഇപ്പോൾ വണ്ടി എടുത്ത്. ചേട്ടൻ ഇപ്പോൾ ഇത്രയും കിലോമീറ്റർ ഇപ്പോൾ 140 സംതിങ് ഓടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് മേജറായിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? എനിക്ക് മേജറായിട്ട് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. മൈനറായിട്ടുള്ള 2 കംപ്ലൈൻറ്റുകൾ. ഒന്ന് ആക്ച്വേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് ഗണ്ണും അതുപോലെ സ്ലോ ചാർജിങ് ഗണ്ണും നമ്മുടെ വാഹനമായിട്ട് ഘടിപ്പിക്കുന്ന ഒരു ഉപകരണമാണ്. അത് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ കമ്പനിയിൽ കൊടുത്തു. ലോക്കായി പോകുന്നതല്ല, ചില സമയത്ത് ചാർജ് കയറാറില്ല, ചില സമയത്ത് പിന്നെ ലോക്ക് ആവുന്ന വിഷയമുണ്ട്. ലോക്ക് ആവുന്ന സമയത്ത് നമുക്ക് പകരം ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്, അത് റിലീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വരാൻ പാടില്ല. അപ്പോൾ അത് ആക്ച്വേറ്റർ മാറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ ബാക്കിലെ ഒരു ഷേക്ക് അപ്സർ വീക്കായി, അങ്ങനെ അത് വാറണ്ടിയിൽ മാറുന്നു. അപ്പോൾ ഇത് 2 പാർട്സ് മാത്രമാണ് ഞാൻ ഇതുവരെ മാറിയിട്ടുള്ളത്. ഈ സർവീസ് സെൻ്ററുകാരെ പറ്റി ഒരുപാട് കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ഈ സർവീസ് സെൻ്ററിനെ കുറിച്ച് എനിക്ക് പരാതിയില്ല. കാരണം ഞാൻ വണ്ടി എടുത്തത് ഡെറിക് മോട്ടേഴ്സിൽ നിന്നാണ്. ഞാൻ ഇതുവരെയുള്ള എല്ലാ സർവീസുകളും ഡെറിക്കിൽ നിന്നാണ് ചെയ്തത്. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ എന്നെ ഈ വാഹനം കൈകാര്യം ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് സോൾവ് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് എനിക്ക് സർവീസ് സെൻ്ററിനെ കുറിച്ച് എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല. എന്നാൽ സർവീസ് സെൻ്ററിനെ കുറിച്ച് കംപ്ലൈൻറ്റുകളേ ഉള്ളൂ. നമ്മുടെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ 6000-ഓളം മെമ്പറാണ്. ആ 6000-ൽ 3000-ഓളം പേരും പറയുന്നത് സർവീസ് സെൻ്ററിനെ കുറിച്ച്, വാഹനത്തിനെ കുറിച്ചല്ല, സർവീസ് സെൻ്ററിനെ കുറിച്ച്. ഒരുപാട് ആൾക്കാർ നമുക്ക് അതായത് യൂട്യൂബിൽ വീഡിയോ കണ്ടാലും നമുക്ക് മനസ്സിലാവും. പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇത് ഈ EV കൈകാര്യം ചെയ്തിട്ടുള്ള ടെക്നീഷ്യന്മാരല്ല അവിടെ ഇരിക്കുന്നത്. IC എഞ്ചിൻ്റെ ഒക്കെ ആൾക്കാർ. അപ്പോൾ അവർ ട്രിവാൻഡ്രത്ത് 14 പേർക്കായിട്ടാണ് കോച്ചിങ് കൊടുത്തിട്ടുള്ളത്. ഈ കോച്ചിങ് കൊടുത്തിട്ടുള്ള പലരും തന്നെ പല കമ്പനികളിലേക്ക് ചാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് അറിവുള്ള ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ സർവീസ് സെൻ്ററിൽ കുറവാണ്. അതിൻ്റെ ഒരു അപര്യാപ്തതയാണ് നമുക്ക് സർവീസ് സെൻ്റർ ടോട്ടലായിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഓക്കെ ചേട്ടാ, ഈ വണ്ടി ഇപ്പം ചേട്ടാ എടുത്തിട്ട് ഇപ്പം ഇത്രയും കൊല്ലമായി. ഇപ്പോൾ ഇത്രയും സമയത്തിനിടയ്ക്കും ഈ ചാർജിങ്ങിൻ്റെ പ്രശ്നമല്ലാതെ ഇത് ഈ എറർ ബഗ്ഗുകൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ സോഫ്റ്റ്വെയർ? എനിക്ക് 2 പ്രാവശ്യം എറർ വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങിലാണ്. റിലാക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് നമുക്ക് അത് പൊതുവിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. റിലാക്സ് എന്ന് പറയുന്ന കമ്പനി പഴയ കാലത്ത് ആദ്യകാലങ്ങളിൽ സ്ഥാപിച്ച മെഷീൻ, ആ മെഷീനിൽ നമ്മളിപ്പോൾ 30 കിലോവാട്ടാണ് നമ്മുടെ വണ്ടിയുടെ റിസീവിങ് കപ്പാസിറ്റി. അപ്പോൾ ആ റിസീവിങ് കപ്പാസിറ്റി 90% ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് 10%ലേക്ക് 9%ലേക്ക് 8 ഇങ്ങനെ താഴ്ന്നു വരണം. 90 കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലോ ചാർജിങ് ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ മെഷീനും അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് വരണം, ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ട കാര്യമാണ്. പക്ഷേ റിലാക്സിൻ്റെ മെഷീനിൽ അത് സംഭവിക്കാറില്ല. റിലാക്സ് 100% വരെയും 30 കിലോവാട്ടിൽ പവർ കയറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കുണ്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്പോൾ അവിടെ ബ്രേക്ക് ആവും. ആ ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റ് ചാർജിങ് നടക്കത്തില്ല, സ്ലോ ചാർജിങ് മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് ഈ റിലാക്സിൻ്റെ തന്നെ 2 മെഷീനുകളിൽ നിന്നും എനിക്ക് എറർ വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുള്ള ചങ്ങരംകുളം എന്ന് പറയുന്ന ആ ഭാഗത്തൊരു റിലാക്സിൻ്റെ മെഷീൻ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ അറിയാതെ, അതായത് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിന് ശേഷം വണ്ടി കൊണ്ടുവന്ന് ചാർജിലിട്ടു. അപ്പോൾ ചാർജിലിട്ടിട്ട് വണ്ടിക്കകത്ത് AC ഇട്ട് നമുക്ക് ആ ഓപ്ഷനുണ്ട്. അതാണ് ഏറ്റവും വലിയ ബെറ്റർ. ടാറ്റ അതിന് ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് ഞാൻ അതൊക്കെയാണ് ഈ ഇതിൽ അവരെ അഭിനന്ദിക്കുന്നത്. കാരണം നമുക്ക് ചാർജിങ് സമയത്ത് AC ഉപയോഗിച്ച് നമുക്ക് വണ്ടിക്കകത്തിരിക്കാം, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല.
ഡയറക്റ്റായിട്ട് AC-യുടെ കംപ്രസറും മോട്ടർ മാത്രമേ ഓൺ ആവുന്നുള്ളൂ, വർക്ക് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ നോക്കാം. അപ്പം ഞാൻ ഈ ഊണ് കഴിച്ചിട്ട് വന്നിട്ട് വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങി കഴിച്ച്, കാരണം ഈ ചാർജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ AC കട്ടാവും. AC കട്ടായതിന് ശേഷമാണ് ഞാൻ ചെറിയൊരു ചൂട് വന്നപ്പോഴത്തേക്കാണ് ഞാൻ വണ്ടി ചാർജ് ആയെന്നുള്ള അറിയാം. പക്ഷെ ഞാൻ അപ്പം തന്നെ ഗണ്ണ് ഊരി വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ അലർട്ട് വന്നു. അതായത് ആ മെഷീനിൽ നിന്ന് എനിക്ക് എറർ കിട്ടിയിരിക്കും. അപ്പോൾ എറർ കിട്ടി കഴിഞ്ഞാൽ അടുത്ത് പിന്നെ സ്ലോ ചാർജിങ് മാത്രമേ ഇനി അടുത്ത് നടക്കുള്ളൂ. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതിനിടയിൽ വീണ്ടും ഒരു ചാർജ് കൂടെ ചെയ്യണം. അപ്പോൾ ആ ചാർജ് നടക്കില്ല. പിന്നെ നേരെ തൃശ്ശൂർ ഹൈസൺ മോട്ടോഴ്സിൽ കയറ്റി 15 മിനിറ്റ് കൊണ്ട് തന്നെ അവർ എറർ മാറ്റി തന്നു. ഞാൻ വണ്ടി എടുത്ത് അടുത്ത വീണ്ടും ഫാസ്റ്റ് ചാർജ് ചെയ്ത് ഞാൻ ഇനി പോന്നു. അതൊന്ന്. രണ്ടെന്ന് പറയണത്, ഞാൻ രാജപാളയത്ത്, നമ്മുടെ തമിഴ്നാട്, ഞാൻ മധുരയ്ക്ക് പോയിട്ട് അങ്ങോട്ട് പോയ സമയത്ത് രാജപാളയത്ത് നിന്ന് ചാർജ് ചെയ്ത് പോകുന്നു. റിലാക്സിൻ്റെ മെഷീനാണ്. അപ്പോൾ ചാർജ് ചെയ്തിട്ട് ഞാൻ മധുരയ്ക്ക് പോയി. മധുരയിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഫുൾ ചാർജ് സിയോണിൽ നിന്ന് ചെയ്തു. എന്നിട്ട് തിരിച്ചു വരെയാണ്. അപ്പം നമുക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 50% ആകുമ്പോഴത്തേക്ക് വീണ്ടും ടോപ്പപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ രാജപാളയത്ത് വന്ന് ചാർജ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കുണ്ട് ചാർജ് കയറുന്നില്ല. എന്തെങ്കിലും എറർ കാണിച്ചേക്കാണ് അതിൽ. പക്ഷേ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കയറിയതിന് ശേഷം പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായി. 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല. പിന്നെ ഞാൻ പലരെയും ബന്ധപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിലൊക്കെ തന്നെ ബന്ധപ്പെട്ടപ്പോഴത്തേക്കൊന്നും ചാർജ് കയറാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കുണ്ട് പിന്നെ നേരെ ആ 50% ചാർജ് തന്നെ എനിക്ക് വീട് വരെ വരേണ്ടി വന്നു. അപ്പം അങ്ങനെ ഞാൻ അന്ന് ആദ്യമായിട്ട് മധുരയിൽ നിന്ന് എൻ്റെ വീട് വരെ എത്താൻ 308 കിലോമീറ്ററാണ്. കമ്പനി പറയുന്നത് 320ആണ്. ഞാൻ 308 കിലോമീറ്ററും ഓടി 6% ചാർജ് ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വണ്ടിയുടെ മൈലേജ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ കമ്പനി പറയുന്ന 320 കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പിച്ചത് ഞാൻ അന്നാണ്. പക്ഷേ അത്രയും നമുക്കിങ്ങനെ ഓടി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പീഡ് കൂടുന്നതനുസരിച്ച് അതിലൊരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഈ 50% ചാർജിൽ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഓടേണ്ട ദൂരം എന്ന് പറയുന്നത് 165 കിലോമീറ്റർ എനിക്ക് അവിടെ നിന്ന് വീട് വരെയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 50%. നോർമലായിട്ട് നമുക്ക് കിട്ടാവുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ഓടാൻ പറ്റും. 100 കമ്പനി പറയുന്നതനുസരിച്ചാണെങ്കിൽ 150 ഓടാം. എനിക്ക് 165 ഓടണം. അപ്പോൾ അത് അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. 30 കിലോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ 40 കിലോമീറ്റർ. അതിനു വേണ്ടി സമയം എടുക്കും. AC ഉപയോഗിക്കാൻ പാടില്ല. രാത്രി ആയിരുന്നു യാത്ര, അതുകൊണ്ട് AC വേണ്ടി വന്നില്ല. പിന്നെ തിരക്കും കുറവായിരുന്നു. ഹൈ റേഞ്ച് റൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം റീജൻ കിട്ടത്തക്ക രീതിയിൽ, മാക്സിമം ആക്സിലേറ്റർ കൊടുക്കാത്ത രീതിയിൽ ഞാൻ ഓടിച്ച് വീടെത്തുമ്പോഴത്തേക്ക് 308 കിലോമീറ്റർ ഓടി 6% ചാർജ് ബാക്കി. പല ആൾക്കാർക്കും ഈ പ്രശ്നം. അപ്പോൾ അതിൽ വാഹനം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ സ്പീഡ് കുറയുന്നതനുസരിച്ച് വണ്ടിക്ക് മൈലേജ് കൂടും. മാക്സിമം റീജൻ ഉപയോഗിക്കുക. റീജൻ കിട്ടത്തക്ക രീതിയിൽ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കമ്പനി പറയുന്ന മൈലേജ് എത്തിക്കാം. ഇനി ഇതുകൂടാതെ എനിക്ക് മറ്റൊരു അനുഭവമുണ്ട്. ഞാൻ ഡൽഹിക്ക് പോയി. ഈ വണ്ടിയിലാണ് ഡൽഹിക്ക് പോയത്. 7860 കിലോമീറ്റർ ഓടി. അപ്പോൾ ഡൽഹിക്ക് പോയിട്ട് തിരിച്ചു വന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, നാഗ്പൂർ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് വാരണാസി, അയോധ്യയിൽ നിന്ന് ലക്നൗയിൽ നിന്ന് ആഗ്രയിൽ നിന്ന് ഡൽഹി, ആ വഴി കൂടെ പോയാൽ അത് എക്സ്പ്രസ് ഹൈവേ തന്നെ. തിരിച്ചു വന്നതെന്ന് പറയണത് നമ്മൾ ആഗ്രയിൽ വന്നിട്ട് നേരെ നാഗ്പൂരാണ്. അപ്പോൾ ഡയറക്റ്റ് നേരെ നാഗ്പൂർ വരുമ്പോഴത്തേക്ക് മധ്യപ്രദേശിലെ സാഗർ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ്, ആ ഡിസ്ട്രിക്റ്റിലെ ഒരു ചാർജിങ് സ്റ്റേഷൻ ടാറ്റയുടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോയിസി ഉണ്ട്. അപ്പം ഞാൻ ടാറ്റയിൽ ചാർജ് ചെയ്തിട്ട് അടുത്ത് പിന്നെ ഓടേണ്ട കിലോമീറ്ററിന് 345 കിലോമീറ്റർ ഓടണം. ഇതിനിടയ്ക്ക് 3 ചാർജിങ് സ്റ്റേഷനുണ്ട്. ഇത് 3 വർക്കിംഗ് അല്ല. ഇത് 3 വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് 349 കിലോമീറ്റർ ഓടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു യാത്രയും കൂടെ നമ്മുടെ അനുഭവത്തിൽ വേണമല്ലോ. അപ്പോൾ എന്തായാലും അതിനങ്ങ് താണ്ടാൻ തീരുമാനിച്ചു. നമ്മൾ 4 പേരുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് 65 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ അടുത്തൊരു സ്റ്റേഷനുണ്ട്. അവിടെ നമ്മൾ ചാർജ് ചെയ്താലും വീണ്ടും 279 കിലോമീറ്റർ വീണ്ടും ബാക്കി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എന്തായാലും പരീക്ഷിച്ചിട്ട് റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 65 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ ഗോയിസിന്ന് ഫുൾ ചാർജ് വീണ്ടും ചെയ്തു. 65 കിലോമീറ്റർ ഓടിയുള്ളൂ. ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും ചെയ്തിട്ട് യാത്ര തുടങ്ങി വെച്ചാൽ 30 കിലോമീറ്റർ 40 കിലോമീറ്റർ. അത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. അത് ഏറ്റവും വലിയൊരു ബെറ്റർ ആണ് കേട്ടോ. ഈ നമുക്ക് BMW, ബെൻസിനൊക്കെ കിട്ടുന്ന ഒരു ഫെസിലിറ്റീസ് ആണ് അത്. ആ ക്രൂയിസ് കൺട്രോളിൽ നമ്മൾ 30-40 കിലോമീറ്റർ സ്പീഡിൽ ഓടി. നമ്മൾ ഓടുന്ന സമയത്ത് നമ്മുടെ വിഷമകരമായി നമ്മൾ കണ്ടെന്ന് വെച്ചാൽ കാളവണ്ടി ഓവർടേക്ക് ചെയ്യുന്നു, സൈക്കിൾ റിക്ഷ ഓവർടേക്ക് ചെയ്യുന്നു. പിന്നെ അതായത് അവിടെ മറ്റേ സൈക്കിളിൽ ലോഡ് കൊണ്ടുവന്ന് അതുവരെ നമ്മൾ ഓവർടേക്ക് ചെയ്തു. കാരണം ഒന്ന് നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്ന റോഡ്, 2 എക്സ്പ്രസ് ഹൈവേ. പിന്നെ നമ്മളൊരു സൈഡ് പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടങ്ങ് പോവാം. പക്ഷെ നമ്മൾ പിന്നെ
രാത്രി 12 മണിക്ക് ചാർജിങ് സ്റ്റേഷനിൽ എത്തേണ്ടതാണ്. പക്ഷെ നമ്മൾ എത്തിയത് 2:30 മണിക്കാണ്. ഓ ഇത്രയും ടൈം എടുക്കും. ഈ 3 ചാർജിങ് സ്റ്റേഷൻ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മളിത് 3 വർക്കിംഗ് ഇല്ല നേരത്തെ അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇത് നമ്മൾ തയ്യാറെടുത്തത്. നമ്മൾ രാത്രി 2:30 മണിക്ക് നാഗപ്പൂരുള്ള ചാർജിങ് സ്റ്റേഷനിൽ എത്തുമ്പോൾ 20% ചാർജ് ബാക്കിയുണ്ട്. 279 കിലോമീറ്റർ ഓടി. പക്ഷേ സമയമാണ് വിഷയം. ഓക്കെ. ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ നമുക്കിപ്പോൾ പുതിയതായിട്ട് ആൾക്കാർ ഇപ്പോൾ EV എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യണം. അവർക്ക് ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് EV അല്ലേ, അവർക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ EV എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ IC എഞ്ചിൻ ഉപയോഗിച്ച ആൾക്കാരായിരിക്കും EVയിലേക്ക് വരുന്നത്. അപ്പോൾ IC എഞ്ചിൻ നമ്മൾ ഓടിച്ച മെത്തേഡിൽ EV ഓടിക്കാൻ നിൽക്കരുത്. ഒന്ന്. രണ്ടെന്ന് പറയണത് നമ്മൾ ഈ EVയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഈ ഒരു സാധനത്തിലാണ്, ഫോണിൻ്റെ ഇതിലാണ്, മൊബൈലിലാണ് ഈ സാധനം ഓടുന്നത്. അല്ല, അത് ഞാൻ ചോദിക്കാൻ വേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ പഴയ ആൾക്കാർക്ക് വണ്ടി ഓടിക്കാൻ അറിയായിരിക്കും, പക്ഷേ അവരിപ്പോൾ EV എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്മാർട്ട് ഫോൺ കൂടെ ഉപയോഗിക്കാൻ പഠിച്ചാലേ, അതാണ് ഞാൻ പറഞ്ഞത്, 2 ഈ സാധനമാണ് വേണം. ഒന്ന് നമ്മുടെ ഇലക്ട്രിക് വാഹനം എടുത്തു കഴിഞ്ഞാൽ 2 മൊബൈലിൻ്റെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ നന്നായിട്ട് അറിഞ്ഞിരിക്കും. വാലറ്റിലൊക്കെ റീചാർജ് ചെയ്യാൻ. കാരണം നമ്മൾ എവിടെ പോയാലും നമ്മളിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചാർജ് മോഡുണ്ട്, ഇവോക്ക് ഉണ്ട്, ഗോയിസി ഉണ്ട്. ഇത് 3 ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാസർഗോഡ് വരെ പോയിട്ട് നമുക്ക് തിരിച്ചു ഒരു ബുദ്ധിമുട്ടുമില്ല. വേറൊരു കമ്പനി നമ്മൾ ആശ്രയിക്കണ്ട. എന്നാൽ നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സിയോൺ ഉപയോഗിക്കണം, ടാറ്റ ഉപയോഗിക്കണം, BPCL ഉപയോഗിക്കണം, ചാർജ് സോൺ ഉപയോഗിക്കണം, ചാർജ് മോഡ് ഉപയോഗിക്കണം, പിന്നെ അതുകൂടെ റിലാക്സ് ഉപയോഗിക്കണം. ഇങ്ങനെയുള്ള 13 കമ്പനികൾ തമിഴ്നാട്ടിലുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ മെഷീനാണ്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് നിന്നിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, OTP വരും, അത് കൊടുക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് വാലറ്റിൽ കാശിടണം. ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ മൊബൈലിൽ പഠിച്ചിരിക്കണം. അത്യാവശ്യം നമുക്ക് ഒരു ചാർജിങ് സ്റ്റേഷനിൽ വെച്ച് അവിടെ വെച്ച് നമുക്ക് ഇതെല്ലാം ചെയ്യാം. അവിടെ വെച്ച് തന്നെ നമുക്ക് അതെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ വാലറ്റിൽ കാശിട്ട് നമ്മളത് ചാർജ് ചെയ്യാം. ഓരോ മെഷീനും ഓരോ മെത്തേഡ്. ചില മെഷീൻ എന്ന് പറയുമ്പോൾ ഗണ്ണ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ചാർജ് സ്റ്റാർട്ട് കൊടുത്താൽ, ചില മെഷീൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം ഗണ്ണ് കണക്ട് ചെയ്യുന്നു. ഓരോ കമ്പനിക്ക് ഓരോ മെത്തേഡ്. ഇതൊക്കെ ഒന്ന് ഏകീകൃതമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ATM കാർഡ് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ചില ബാങ്കുകളുടെ ATM കാർഡ് ആ ബാങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് എങ്ങനെയാണ് ഏത് ATMലും ഏത് കാർഡാണ് വർക്ക് ചെയ്യുക. വിസയുണ്ട്, പിന്നെ മാസ്റ്റർ ഉണ്ട്. അപ്പം നമ്മൾ എല്ലാ ഇതിലും നമുക്ക് ചാർജ്. അതുപോലെ ഈ ചാർജിങ് മെഷീനുകളെല്ലാം ഒരു വാലറ്റിൽ വരണം. അതിന് സർക്കാർ മുൻകൈ എടുക്കേണ്ടതുണ്ട്. ഞാൻ അതിനുള്ള അപേക്ഷ കേന്ദ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനാണ് ആദ്യം കൊടുത്തത്. പക്ഷേ അവർ സംസ്ഥാന സർക്കാരിൽ നിൽക്കാത്ത ഒരു വിഷയം ആയതുകൊണ്ട് അവർ പറഞ്ഞെങ്കിൽ കേന്ദ്രത്തിലാണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ കേന്ദ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കമ്പനികളും ഓരോ ചാർജാണ് ഈടാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ 12 രൂപ പൈസയാണ് നമ്മുടെ അസോസിയേഷൻ ഇവോക്ക്. 12.70 പൈസയാണ് ഗോയിസി, 13 രൂപയാണ് അനർട്ട്, 13 രൂപയാണ് KSEB. എന്നാൽ ഇത് കഴിഞ്ഞാൽ അടുത്ത് BPCL 18 രൂപ, ടാറ്റ 20 രൂപ. ടാറ്റ തന്നെ വണ്ടി വന്നിട്ട് ടാറ്റ നമ്മളെ നിന്ന് വാങ്ങണ 20 രൂപയാണ്. ടാറ്റ യഥാർത്ഥത്തിൽ ഫ്രീ ആണ്. ഇപ്പോൾ MG ഇറക്കുന്ന വണ്ടിക്ക് എന്ന് പറയുന്നത് അവരുടെ ചാർജിങ് കംപ്ലീറ്റ് ഫ്രീ കൊടുക്കുകയാണ്. ടാറ്റ അതുപോലെ ചെയ്യാണ്, ഫ്രീ തരണ്ട. ഈ എമൗണ്ടിലൊന്ന് കുറവ് ചെയ്താൽ മതി. ഈ എമൗണ്ട് കുറവ് വെച്ചാൽ അവർ നഷ്ടപ്പെട്ട് തരണമെന്നില്ല. കേന്ദ്ര ബോർഡിൽ നിന്ന് LT ടൺ താരിഫ് അനുസരിച്ച് ഇവർക്ക് വൈദ്യുതി, ഈ ചാർജിങ് സ്റ്റേഷനുകൾക്ക് വൈദ്യുതി കൊടുക്കുന്നത് 5 രൂപ 50 പൈസയ്ക്കാണ്. 5 രൂപ 50 പൈസയ്ക്ക് കൊടുക്കുന്ന വൈദ്യുതിയാണ് 25 രൂപയ്ക്കും 28 രൂപയ്ക്കും പിന്നെ 20 രൂപയ്ക്കും നമുക്ക് തരുന്നത്. അത് പല റേറ്റിൽ, പല റേറ്റിൽ. നമ്മൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 8 രൂപയുള്ളൂ. കർണാടകയിൽ 8 രൂപയാണ്, മഹാരാഷ്ട്രയിൽ 8 രൂപയാണ്, ഡൽഹിയിൽ 8 രൂപയാണ്, ബംഗാളിൽ 8 രൂപയാണ്, UPയിൽ 8 രൂപയാണ്. എല്ലായിടത്തും ഞാൻ പോയി ചാർജ് ചെയ്തതാണ്. സർക്കാരിൻ്റെതാണ്. ഇവിടെ KSEB ഉണ്ട്. KSEB നേരത്തെ 18 രൂപയായിരുന്നു. ഞാൻ തന്നെയാണ് മിനിസ്റ്ററെ കണ്ട് പരാതി കൊടുത്ത് ഒടുവിൽ അത് കുറപ്പിച്ച് ഇപ്പോൾ KE ആപ്പ് എന്ന് പറഞ്ഞ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് അവർ 13 രൂപയ്ക്ക്. ഓക്കെ. അപ്പം ഇങ്ങനെ പല റേറ്റുകളുണ്ട്. അപ്പം നമ്മൾ EV എടുത്തവർ ഒന്ന് സുഖകരമായ യാത്രയാണ് ഉദ്ദേശിക്കുന്നതിന്, രണ്ടെന്ന് പറയുന്നത് സാമ്പത്തിക ലാഭം കൂടെ ഇതിൽ. ഈ സാമ്പത്തിക ലാഭം നമുക്കത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ റേറ്റ് കുറഞ്ഞ വൈദ്യുതി വിതരണം ചെയ്യുന്ന കമ്പനിയെ നമ്മൾ ആശ്രയിച്ച് ചാർജ് ചെയ്യണം. ഇപ്പം നമുക്ക് 1000 കിലോമീറ്റർ ഓടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2000 രൂപയ്ക്കും ചാർജ് ചെയ്തോടാം, 3000 രൂപയ്ക്കും ചാർജ് ചെയ്തോടാം, 4000 രൂപയ്ക്കും ചാർജ് ചെയ്തോടാം. ഏത് കമ്പനി ചാർജ് ചെയ്താലും ഇതിൽ കയറുന്ന വൈദ്യുതി എന്ന് പറയുന്നത് വൈദ്യുതിക്ക് ഇനിയിപ്പം ഗ്രേഡ് കൂടിയതെന്നോ ഗ്രേഡ് കുറഞ്ഞതെന്നോ മൈലേജ് കൂടിയതെന്നോ, പെട്രോളിനും ഡീസലിലൊക്കെ ഉണ്ട് പ്രീമിയം അതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വൈദ്യുതി ഒരു ലെവലിലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ആ ഒരു സ്റ്റാൻഡേർഡാണ്. അപ്പം അതിന് നമ്മൾ 1000 രൂപയ്ക്കും ഓടാൻ പറ്റും. കർണാടകയിൽ പോയി കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് അടിച്ച് 1000 കിലോമീറ്റർ ഓടാം. കാരണം അവിടെ 1 രൂപ ആവുന്നുള്ളൂ. അപ്പം നമ്മളിപ്പോൾ സോളാർ വെച്ചിട്ടാണ് ഓടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്ത് ഓടുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു നയാ പൈസയുടെ ചിലവ് വണ്ടി ഓട്ടത്തിന് നമുക്ക് ആവുന്നില്ല.
പക്ഷെ നമ്മൾ പുറത്തിറങ്ങിയാൽ നമുക്ക് 15 രൂപ ഏറ്റവും കുറഞ്ഞത് കൊടുക്കണം. എന്നാൽ 25 രൂപ വരെ വാങ്ങുന്ന കമ്പനികളുണ്ട്. അവരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള റേറ്റിന് ചാർജ് കിട്ടുന്ന കമ്പനിയിൽ പോയി ചാർജ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇതാണ് പുതുതായിട്ട് EV എടുക്കുന്നത്. പിന്നെ രണ്ടാമത് ആപ്പ് ഉപയോഗിക്കാൻ പഠിക്കണം. ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ പ്ലഗ്ഷെയറാണ്. പ്ലഗ്ഷെയർ. ഈ പ്ലഗ്ഷെയർ എന്ന് പറയുന്ന ആപ്പിൽ ഈ രാജ്യത്ത് നല്ല വേൾഡ് മുഴുവൻ ഉണ്ട്. ഈ രാജ്യത്തുള്ള മുഴുവൻ ചാർജിങ് സ്റ്റേഷനുകളും അതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ കമ്പനിയുടെയും പ്ലഗ്ഷെയറിലുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർ ചാർജിങ് സ്റ്റേഷൻ ഇന്ന സ്ഥലത്തുണ്ട്. ഉദാഹരണം ഇപ്പോൾ നമുക്ക് വെമ്പായത്ത് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് എന്ന് അവർ മാത്രമേ പറയുന്നുള്ളൂ. ഇത് വർക്കിംഗ് ആണോ, അതില്ലല്ലേ, ഇത് പണിപ്പുരയിലാണോ, ഇവിടെ പോയി ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവർ പറയില്ല. നമ്മൾ EV കൊണ്ട് പോകുമ്പോഴേ അതാണ് നമ്മളിതിൽ മൊബൈലിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ പ്ലഗ്ഷെയറിൽ നമ്മൾ കാണുന്ന ഈ സ്റ്റേഷൻ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഏത് കമ്പനിയുടെ ആണെന്ന് അതിൽ കാണിക്കും. അപ്പോൾ ആ കമ്പനിയുടെ സൈറ്റിൽ കയറുക. ഇപ്പോൾ ഉദാഹരണം ഞാനിപ്പോൾ ചാർജ് മോഡിലാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവോക്കിൽ ചാർജ് ചെയ്യാം. അപ്പം ഇവോക്കിൻ്റെ മിഷൻ പ്ലഗ്ഷെയറിൽ എനിക്ക് കിട്ടി. ഇവോക്കാണെന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഞാൻ ഇവോക്കിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് ഇവോക്കിൻ്റെ ആ സ്റ്റേഷൻ വെമ്പായത്തുള്ള ഈ സ്റ്റേഷൻ വർക്കിംഗ് ആണോ എന്നുള്ളത് അതിലറിയാൻ പറ്റും. അപ്പം അത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് നമ്മുടെ ഒരു ഓറഞ്ച് കളറിൽ വർക്കിംഗ് ആണെന്നുള്ള ഒരു മെഷീൻ്റെ ഒരു സിമ്പിൾ അതിൽ കാണിച്ചിരിക്കും. വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ അതിലൊരു ടൂൾസ് ഇട്ടിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം, ഇത് പണിപ്പുരയിലാണ്, വർക്കിംഗ് അല്ല. ചിലപ്പോൾ ഗ്രേ കളർ ആണെന്നുണ്ടെങ്കിൽ അത് വർക്കിങ്ങേ അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്ക് വണ്ടിയുടെ കൂട്ടത്തിൽ ഒരു ഫോൺ കൂടെ എക്സ്ട്രാ വാങ്ങേണ്ടി വരും. എക്സ്ട്രാ ഫോൺ ഞാൻ 4 ഫോൺ കൊണ്ടാണ് ഡൽഹിക്ക് പോയത്. കാരണം റൂട്ട് കണ്ടുപിടിക്കാൻ ഒരു ഫോൺ വേണം. ആ ഫോൺ എടുത്ത് വെച്ചിട്ട് നമുക്ക് ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ മറ്റൊരു ഫോൺ വേണം. പിന്നെ ഒരു ഫോണ് നമുക്ക് ഉപയോഗിക്കാൻ വേണം. അതിന് തന്നെ ചിലപ്പോൾ എല്ലായിടത്തും നെറ്റ്വർക്ക് കിട്ടിയെന്ന് വരില്ല. അതാണ് കാരണം പല സ്ഥലങ്ങളിലും പല പ്രശ്നം. ഇപ്പം ജിയോയ്ക്ക് നെറ്റ്വർക്ക് കിട്ടുന്നിടത്ത് BSNL ഇല്ല. BSNL ഉള്ളിടത്ത് മറ്റേ എയർടെൽ ഉള്ളിടത്ത് ഐഡിയ ഇല്ല. അപ്പോൾ നമുക്കൊരു 3-4 കമ്പനികളുടെ ഫോണും കൂടെ കയ്യിൽ വേണം എന്നാലേ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ. കാരണം നമ്മളിപ്പോൾ മൂന്നാർ പോകുമ്പോൾ കുട്ടിക്കാനത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഗോയിസിയുടെ മെഷീൻ ഉണ്ട്. അവിടെ BSNL വർക്ക് ചെയ്യില്ല. നമ്മൾ BSNL ആപ്പ് കൊടുത്ത് BSNL ഫോണിലാണ് നമ്മുടെ ഫോണിൽ BSNL ആണ്, അതിലാണ് നമ്മുടെ ആപ്പ് കിടക്കുന്നത്. അവിടെ വർക്ക് ചെയ്യില്ല. അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജിയോ വേണം. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ്. ഇനി നമ്മളതിൽ നമുക്ക് ഇനിയിപ്പോൾ RFID ഉണ്ട്. RFID നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ നെറ്റ്വർക്ക് ഉണ്ടെങ്കിലേ ഉപയോഗിക്കാൻ പറ്റും. അത് അത്രേ ഉള്ളൂ. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ. അപ്പം ഇതും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെല്ലാം ഇതൊന്നും അറിയാതെ പോകുന്നവരാണ് വഴിയിൽ പെട്ടു. എന്നിട്ട് വണ്ടിയൊക്കെ കുറ്റം പറയും. അത് എനിക്ക് അതിനോട് വണ്ടിയെ സംബന്ധിച്ച് വണ്ടി അവർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാർജ് ചെയ്യേണ്ടതും ചാർജ് ചെയ്ത് ഓടേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കാൽക്കുലേറ്റ് വണ്ടിയെ കുറ്റം പറഞ്ഞു. എന്നാൽ വണ്ടിയെ സംബന്ധിച്ചുള്ള മുഴുവൻ മെയിൻ്റെനൻസുകളും ചെയ്തു തരേണ്ടത് ടാറ്റയുടെ ഉത്തരവാദിത്തം. അത് ശരിയാണ് ചേട്ടാ. അപ്പോഴേ ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് വണ്ടി പഞ്ചാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഹാങ് ആയി നിൽക്കുന്നു, സോഫ്റ്റ്വെയർ ബഗ് അഴിച്ചിട്ട് ഹാങ് ആയി നിൽക്കുന്നു. അവർ പറഞ്ഞപ്പോഴത്തേക്കും ബാറ്ററിയുടെ ഒരു ഇത് ഊരുക, എന്നിട്ട് കണക്ട് ചെയ്യുക, അത് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ഈ എറർ എന്ന് പറയുന്നത് 2 രീതിയിൽ എറർ സംഭവിക്കാം. ഒരു ക്രിട്ടിക്കൽ അലർട്ട് വരാം, അതല്ലാന്നുണ്ടെങ്കിൽ ഹൈ വോൾട്ടേജ് എറർ വരാം. അങ്ങനെ 2 രീതിയിൽ എറർ നമ്മുടെ വണ്ടിയിൽ സാധാരണ സംഭവിക്കും. ക്രിട്ടിക്കൽ അലർട്ടാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു വിഷയമല്ല, അത് കമ്പനിയിൽ തന്നെ പോകണം. എന്നാൽ ചാർജിങ് എറർ ആണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അതെങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യും. അവിടെ നമുക്കൊരു ആക്സിലറി ബാറ്ററി ഉണ്ട്, അതായത് ചെറിയ ബാറ്ററി സാധാരണ വണ്ടി. അതിലൊരു നെഗറ്റീവ് ടെർമിനൽ നമുക്ക് കാണാം. ആ ടെർമിനലിൽ ഒരു 15 മിനിറ്റ് ഊരിയിടണം. ഊരിയിടുന്ന സമയത്ത് ചാർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എറർ ആണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിനകത്ത് നമ്മൾ ഈ എറർ മാറി കിട്ടും. പക്ഷേ ഈ 15 മിനിറ്റിന് ശേഷം ഇത് റീകണക്ട് ചെയ്യുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, പോവാം. പക്ഷേ ഞാൻ കണ്ട ആ വീഡിയോയിൽ ആ പുള്ളിക്കാരി പറയുന്നത് നമ്മുടെ ഗിയർ ചേഞ്ച് ചെയ്യുന്നതാണ്. ന്യൂട്രൽ ഇത് റിവേഴ്സ് ഒക്കെ മാറുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് ഷിഫ്റ്റ് ആവുന്നില്ല. അത് സോഫ്റ്റ്വെയർ പ്രോബ്ലം. അപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനൊരു റീസ്റ്റാർട്ടിങ്ങിൻ്റെ എന്തെങ്കിലും സാധനം, അതായത് ടാറ്റ കേരളത്തിൽ 20,000 വാഹനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ 200 വാഹനങ്ങൾക്ക് പൂർണ്ണമായിട്ടും കംപ്ലൈൻ്റ് ആണ്. അതിൽ അതായത് ഇപ്പം 20,000 വാഹനത്തിൽ 200 വാഹനം എന്ന് പറയുമ്പോഴത്തേക്ക് 1% പോലും വരുന്നില്ല. 1% വരണമെന്നുണ്ടെങ്കിൽ 2,000 വാഹനങ്ങൾ വരണം. ഇപ്പോൾ 0.1% വരുന്നുള്ളൂ. ഇത് സാധാരണ IC എഞ്ചിൻ ഇറക്കുന്ന വണ്ടികൾക്കും സംഭവിക്കാറുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഡീസൽ വണ്ടി എടുത്തിട്ട് കംപ്ലൈൻ്റ് ആയി കയറി ഇറങ്ങി അവസാനം കമ്പനിയായിട്ട് ഉടക്കി പിരിഞ്ഞ് അവസാനം അവൻ കൊണ്ടുവന്ന് വേറെ സെക്കൻഡ് ഹാൻഡ് വിറ്റിട്ട് വേറെ വണ്ടി എടുക്കും. അപ്പം IC എഞ്ചിനും ഇതൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ 200ഓളം വാഹനങ്ങളിൽ ബാറ്ററി പ്രോബ്ലം ഉണ്ട്. ബാറ്ററി പുതിയത് വെച്ചാൽ തന്നെ അത് വീണ്ടും കംപ്ലൈൻ്റ് ആവുന്നു.
അവിടെ വരുന്ന വിഷയം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിൻ്റെ വിഷയമായിരിക്കും. ഇനി സോഫ്റ്റ്വെയർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിക്ക് ഇഷ്യൂ വരും. പിന്നെ ഇത് രണ്ടും വെച്ച് കഴിഞ്ഞാൽ അടുത്ത് പിന്നെ ഈ നമ്മുടെ മോട്ടറിന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. മോട്ടർ കംപ്ലൈൻറ്റ്. ഓക്കെ. അപ്പോൾ എനിക്കറിയാമെന്നുള്ള നമ്മുടെ ഒരു വനിതാ സുഹൃത്തുണ്ട്. അവർ പറഞ്ഞു വെച്ചാൽ അവർ ഈ നമ്മുടെ ക്രിട്ടിക്കൽ അലർട്ട് വന്ന് കമ്പനി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്. അങ്ങനെ സോഫ്റ്റ്വെയർ ഇഷ്യൂ അവർ മാറ്റി കൊടുത്ത് 1.5 ലക്ഷം രൂപ ക്ലെയിം ചെയ്ത് തന്നെ അവരുടെ കയ്യിൽ നിന്ന് പൈസ ആയിട്ടില്ല. എന്നിട്ട് ഈ പ്രശ്നം മാറിയില്ല. വീണ്ടും കൊണ്ടു കൊടുത്താൽ പറഞ്ഞ് ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, ബാറ്ററി മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും ഈ പ്രശ്നം മാറുന്നില്ല. അതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടിക്കണോ ആ സമയത്ത് ആ വണ്ടി? ഒരു 3000-4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കംപ്ലൈൻറ്റ് വന്നു. അവർ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അടുത്ത് പിന്നെ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതാണ്ട് ഒരു കണ്ടൻസറിൻ്റെ പ്രോബ്ലമാണ്. ആ കണ്ടൻസർ മാറ്റിയാൽ മതി. 35,000 രൂപയ്ക്ക് ആ കണ്ടൻസർ മാറ്റി കൊടുത്തപ്പോൾ വണ്ടി റെഡിയായി. അപ്പോൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ല, ടെക്നിക്കൽ അറിയാവുന്ന ടെക്നീഷ്യന്മാർ ടാറ്റയ്ക്ക് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അത് മാത്രമല്ല, ഏറ്റവും വലിയ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും നല്ല EVയുടെ വിപണി എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിൽ വിൽക്കുന്ന ചില വാഹനങ്ങൾ ഇന്ത്യയിൽ ഒരിടത്തും ടാറ്റയ്ക്ക് വിൽക്കുന്നില്ല. ഈ ടാറ്റയ്ക്ക് ഇവിടെ ഒരു ഹബ്ബില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബാറ്ററി നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി പൂനെക്ക് കയറ്റി വിട്ട് പൂനെയിൽ നിന്ന് അത് തിരിച്ചു വരാൻ 2 മാസമാണ്. 2 മാസം. നമുക്ക് ഒരു 2 ദിവസം കൊണ്ട് പൂനെക്ക് പോയിട്ട് തിരിച്ചു വരാം. നമ്മളെ കൊണ്ട് കൊടുക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കും. അതാണ് ഞാൻ ചോദിക്കുന്നത്. 75,000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. എന്തിനാണ് ഇത്? ബാറ്ററി നമുക്ക് അത് അവരെ പാക്ക് ചെയ്ത് അവരെ ഫാക്ടറിയിൽ എത്തിച്ചിട്ട് തിരിച്ച് പുതിയ ബാറ്ററി ഇവിടെ എത്തിക്കുന്ന 75,000 രൂപ ചാർജ് ചെയ്യുന്നു. അത്രയോ? അത് ശരിയായ നടപടിയാണ്. രണ്ടെന്ന് പറയുന്നത് 2 മാസം വരെ എടുക്കുന്നുണ്ട് ബാറ്ററി പുതിയത് നമുക്ക് തരാൻ വേണ്ടി. ഇപ്പോൾ അവർ നമ്മുടെ ആവശ്യപ്രകാരം സ്പെയർ ബാറ്ററികൾ അവർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ പുതിയ വേറൊരു ബാറ്ററി തരും. എന്നിട്ട് നമ്മുടെ ബാറ്ററി വരുമ്പോൾ കംപ്ലൈൻ്റ് ആയിരിക്കും. അത് കംപ്ലൈൻറ്റ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലിരിക്കുന്ന ബാറ്ററി ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി തന്നെ റിപ്ലേസ് ചെയ്ത് തരും. പക്ഷേ ഇത് അവർ അല്ലെങ്കിൽ സിസ്റ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിൽ വരേണ്ടതാണ് ഈ ഹബ്ബ്. ഏറ്റവും കൂടുതൽ വണ്ടി ഇവിടെ വരുന്നു. വണ്ടി ഇവിടെയാണ് വിൽപ്പന. അപ്പം ഈ പൂനെയിൽ പോകുന്ന പരിപാടി ടാറ്റ നിർത്തിയിട്ട് കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയിലോ കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ എവിടെയെങ്കിലും ഒരു ഹബ്ബ് തുടങ്ങിയിട്ട് ബാറ്ററി റീപ്ലേസ് കൂടെ വേണം. അതുപോലെ നമ്മുടെ ഈ സെൽഫ് ബാലൻസിങ് അതിവിടെ ഇല്ല. കൊച്ചിയിൽ പോകണം. എല്ലാ ജില്ലകളിലും സെൽഫ് ബാലൻസിങ് വയ്ക്കണം. എനിക്ക് തോന്നുന്നു ഇത് കയറ്റി വിടുന്നതിലാണല്ലോ അവർക്ക് പൈസ ഇരിക്കുന്നത്. അതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ട്, ക്ലെയിം ചെയ്തില്ലാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ വണ്ടി ഇപ്പോൾ 1.5 ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട്. എനിക്കിനി 10,000 കിലോമീറ്റർ ആണ്. 160 കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് ബാറ്ററി കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ 75,000 ക്യാഷായിട്ട് മുടക്കേണ്ടി. അതാണ്. അപ്പോൾ അത് ടാറ്റ കാണിക്കുന്ന ഏറ്റവും വലിയൊരു ചതിയാണ്. മോശമായിട്ടുള്ള അത് അവർ മാറണം. ഈ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള സർവ്വ പാഴ്സുകൾക്ക് ഇപ്പോൾ നമ്മൾ യാതൊരു പാഴ്സും നമ്മൾ മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാഴ്സ് ഫോട്ടോ എടുത്ത് പൂനെക്ക് അയച്ച് പൂനെയിൽ നിന്ന് ആ സാധനം വരാം 15 ദിവസം. കാരണം എൻ്റെ ഒരു ഇത് ഒന്ന് പൊട്ടിപ്പോയപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് 15 ദിവസം കഴിഞ്ഞാണ് ആ സാധനം വരുന്നത്. അത്ര ഡിലേ എടുത്തു. അപ്പോൾ ഇത്തരം പരിപാടികൾ ഒഴിവാക്കിയാൽ കൊള്ളാം. പിന്നെ വണ്ടിയെ സംബന്ധിച്ച് എനിക്ക് പറയണമെങ്കിൽ എക്സ്ട്രാ ചിലവുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഷാക്ക് അബ്സറും ആക്ച്വേറ്റർ രണ്ടും മാറി. എനിക്ക് അതിന് പൈസ ചിലവായിട്ടില്ല. ബ്രേക്ക് പാഡ് ഇന്ന് വരെ മാറിയിട്ടില്ല. ഈ 1,48,364 കിലോമീറ്റർ ഓടിയിട്ട് ബ്രേക്ക് പാഡ് മാറിയിട്ടില്ല. അപ്പോൾ അതൊരു എനിക്കൊരത്ഭുതം, എനിക്ക് തന്നെ ഒരു അത്ഭുതമാണ്. ഞാൻ എൻ്റെ ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയിലൊക്കെ 30,000 കിലോമീറ്റർ ഓടുമ്പോൾ സ്വാഭാവികമായിട്ട് മാറുമല്ലോ. ഇതിന് അല്ല, അതിലുള്ള EVക്കുള്ള ഗുണം അതാണ്. ബ്രേക്ക് പാഡ് എന്ന് പറയുന്നത് നമുക്ക് 4 ബ്രേക്ക് പാഡ് മാറണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 8,000 രൂപ നമുക്ക് ചിലവ്, ലേബർ ഉൾപ്പെടെ. അത് ഇപ്പോൾ ഈ വണ്ടിക്ക് ലാഭമാണ്. പിന്നെ സർവീസ് സാധാരണ ഒരു 10,000 കിലോമീറ്റർ ഓടുന്ന ഒരു IC എഞ്ചിൻ്റെ വാഹനത്തിന് എങ്ങനെയാലും 5,000 രൂപ സർവീസ് ചാർജ് ആവും. നമുക്ക് 1,500 രൂപയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എനിക്കൊരു 10,000 സർവീസ് ഇല്ല, 15,000. എൻ്റെ ഒരു സംശയമുണ്ട്. ഈ 15,000 ഫസ്റ്റ് സർവീസൊക്കെ ഇല്ലേ, ആ സമയത്ത് ഇവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്തൊക്കെയാണ് മാറ്റമെന്ന് ചോദിച്ചിട്ട് അവരൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. സോഫ്റ്റ്വെയർ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ടെക്നീഷ്യന്മാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ല. അവർ ഒരാളിനെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് കമ്പനി. അവർ അവരെന്താണ് ചെയ്യണമെന്ന് ഈ ടാറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്ന സർവീസ് സെൻ്ററിൽ ആർക്കും തന്നെ അറിയാം. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം എനിക്കൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അവർ രണ്ടാമതാണ് കിട്ടിയത് വണ്ടി എടുത്തതിന് ശേഷം. ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ക്രൂയിസ് കൺട്രോളാണ്. ഞാൻ ആദ്യം എടുക്കുമ്പോഴത്തേക്ക് ക്രൂയിസ് കൺട്രോൾ ഇല്ല. അപ്പോൾ ക്രൂയിസ് കൺട്രോള് ശരിക്കും അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉണ്ട്, വണ്ടി കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് തന്നു. പക്ഷേ ഈ എന്താണ് അവർ ചെയ്തതെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എന്താണ് സോഫ്റ്റ്വെയർ? അത് ക്രൂയിസ് കൺട്രോൾ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാണ്? ഞങ്ങൾക്ക് അറിഞ്ഞിട്ട് ടാറ്റയുടെ കെട്ടിയുന്ന ആൾ വന്നവർ ചെയ്ത് തന്നു, ഇത്രയും നമുക്കറിയാവും. ഞാനത് ഗ്രൂപ്പിലിട്ട് ക്രൂയിസ് കൺട്രോൾ ആരൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1-2 പേര് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു തന്നെ. ഞാൻ അതേ മെത്തേഡിൽ വണ്ടി എടുത്തുകൊണ്ടെന്ന് ഇറങ്ങിയിട്ട് 30 കിലോമീറ്റർ കഴിഞ്ഞാൽ ക്രൂയിസ് വരുള്ളൂ.
ക്രൂയിസ് ഇട്ടപ്പോഴത്തേക്കുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയണ്ട, മിണ്ടാങ്ങിരുന്നാൽ മതി, സ്റ്റിയറിംഗ് മാത്രം നോക്കിയാൽ മതി. ശരി, അത്ര ദിവസം ക്ലച്ചും ഒന്നും വേണ്ടായിരുന്നു, ആക്സിലേറ്ററും വേണ്ട. ബ്രേക്ക് ചവിട്ടണമെന്നുണ്ടെങ്കിൽ ക്രൂയിസ് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി, ബ്രേക്കിങ്ങുമായി. ഒന്ന് ഇതായിട്ട് ആ സമയത്ത് റീജനുമായി നമുക്ക് എന്തുകൊണ്ടില്ലാവും. അപ്പം ഈ ടാറ്റയുടെ ടെക്നീഷ്യന്മാർക്ക് ഈ ഉദാഹരണത്തിന് വണ്ടി ഞാൻ ആദ്യമായിട്ട് ചാർജ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഇവനെ വിളിച്ചു, ടെക്നീഷ്യനെ, ഇതെങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത്. ചേട്ടാ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, നമുക്ക് വണ്ടി ഒന്ന് അവർ കൊണ്ടുതരും, അതിനെ കഴിവ് വൃത്തിയാക്കി 4 നാരങ്ങയും വെച്ച് അങ്ങ് വിടുക, വാട്ടയൊക്കെ എടുത്ത് വിടുക എന്നുള്ളത് മാത്രമേ നമുക്കറിയാവൂ. അപ്പം ചാർജിങ്ങിനെ സംബന്ധിച്ച് ഒരു അറിവും ആർക്കും ഇല്ല. പക്ഷെ അത് ആ സമയം ഇപ്പോഴത്തെ കുറച്ച് മാറ്റമുണ്ട്. ഇപ്പം നമ്മൾ എല്ലാ ചാർജിങ് സ്റ്റേഷനിലെ നമ്പറുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവരെ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അന്നൊന്നും ഒരിടത്തും നമ്പർ പോലും ഇല്ല. ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ആപ്പാട് അനർട്ട് മാത്രമേ ഉള്ളൂ. വിളിച്ചാൽ പോലും വരുന്ന മനുഷ്യനെ കിട്ടാറില്ല. പക്ഷേ എനിക്കൊരു കാര്യം തോന്നിയിട്ടുണ്ട്, ഈ ഹിന്ദി അറിയാത്ത ആൾക്കാർ ഇതിന്റെ ഇതിൽ വിളിക്കാതെ നമ്മൾ അങ്ങനെ അനർട്ട് ഹിന്ദിയിലാണ് ചാർജ് സോൺ ഹിന്ദിയിലാണ് അവർ സംസാരിക്കുന്നത്. സിയോണ് മലയാളി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മലയാളി കണക്ട് തരും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടാറ്റയുടെ ഇരിക്കുന്ന ടെക്നീഷ്യന്മാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ല. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയങ്ങളെല്ലാം അതിനുള്ള എല്ലാ ആൾക്കാർക്കും അതിനോട്ടുള്ള അതായത് A to Z വിഷയങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ കൈകാര്യം ചെയ്യും. കാരണം ഇപ്പോൾ എനിക്കിപ്പോൾ വന്ന 2 പാർട്സ് മാത്രമേ പറ്റുള്ളൂ. ബാറ്ററി മാറിയിട്ടുള്ള ആളുണ്ട്, മോട്ടോർ മാറിയിട്ടുള്ള ആളുണ്ട്, കംപ്രസർ മാറിയിട്ടുള്ള ആളുണ്ട്, ഈ ക്രിട്ടിക്കൽ അലർട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, ചാർജിങ് അലർട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, എന്തുകൊണ്ട് വഴി കിടന്നിട്ടുള്ള ആൾക്കാരുണ്ട്, കെട്ടി വലിച്ചുകൊണ്ട് പോയ ആൾക്കാരുണ്ട്, ലോറി കയറ്റിക്കൊണ്ട് പോയ ആൾക്കാരുണ്ട്. എല്ലാവരുടെ അനുഭവങ്ങൾ ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. നമ്മളൊരു ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ ആ അനുഭവമുള്ള ആൾ ഉടനെ തന്നെ റിപ്ലൈ തന്നിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന ആളിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ആയിരിക്കും. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി, അവരത് ക്ലിയർ ചെയ്യും. ചേട്ടാ, ഈ വാല്യൂ ഫോർ മണി എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും ഈ വണ്ടി ഇത്ര പീരീഡ് കഴിയുമല്ലോ, നമ്മളെ വാറണ്ടി പീരീഡ് കഴിയുമല്ലോ, അത് കഴിയുമ്പോൾ നമുക്ക് ബാറ്ററിക്ക് അത്യാവശ്യം എമൗണ്ടും ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് ചേട്ടൻ്റെ മൈൻഡിൽ ഇപ്പോൾ എന്താണ് ഇരിക്കുന്നത്? അതിനെ സംബന്ധിക്കുന്ന ഒരു ചർച്ച ഞാനും ഈ കേരളത്തിലുള്ള വേറെ 2 പേരും കൂടെയാണ് ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. അത് 3 പേര് മാത്രമാണ് 1.5 ലക്ഷം കഴിഞ്ഞത്. ഞാൻ 1.5 ആവണതേ ഉള്ളൂ. 1.5 ആയിട്ടുള്ള വേറെ 2 പേരുണ്ട്. അപ്പോൾ നമ്മൾ ടാറ്റയായിട്ട് ബന്ധപ്പെട്ടു. അവർ പറഞ്ഞ് പുതിയ ബാറ്ററി ചെയ്യുന്നതിന് 6.5 ലക്ഷം രൂപയാണ് അവർ തരുന്നത്. അപ്പം നമ്മുടെ ബാറ്ററി അവരെടുത്തിട്ട് എത്ര നമുക്ക് കുറവ് ചെയ്യുന്നുള്ളത് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആരും ഇതുവരെ മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടില്ല. അതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവരതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ തീരുമാനം അറിയിച്ചിട്ടില്ല. അപ്പം അങ്ങനെ വന്നാൽ ഇപ്പം നമ്മൾക്ക് ഈ വണ്ടി എടുത്തതിന് ഇപ്പോൾ എനിക്കിപ്പോൾ 17 ലക്ഷം. അപ്പം ഞാനിപ്പോൾ 1.5 ലക്ഷം കിലോമീറ്റർ ഓടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു 15 ലക്ഷം രൂപയ്ക്ക് പെട്രോൾ അടിക്കണം അല്ലേ? 15 ലക്ഷം രൂപയുടെ പെട്രോൾ അടിക്കണം, ഞാൻ ഈ CC അടയ്ക്കണം. അപ്പോൾ 15 ലക്ഷം രൂപയുടെ പെട്രോൾ അടിക്കുന്നതിന് എനിക്ക് 1.5 ലക്ഷം രൂപയുടെ ചിലവ് ഈ വണ്ടി ഓടുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 13.5 ലക്ഷം രൂപ നമുക്ക് അതിൽ ലാഭമുണ്ട്. ആ 13.5 ലക്ഷം രൂപയിൽ 6.5 ലക്ഷം രൂപ എടുത്ത് ബാറ്ററി റീപ്ലേസ് ചെയ്താൽ ഒരു നഷ്ടമില്ല. കാരണം വീണ്ടും 1.60 ഓടാമല്ലോ, അതിന് 1.60 വാറണ്ടി ഉണ്ട്. ഞാൻ ചോദിക്കുന്ന കാര്യം, നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കുന്ന ആളോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് തുടക്കത്തിൽ മറ്റൊരു വിഷയം കൂടെ പറഞ്ഞില്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 1.5 ലക്ഷം രൂപ നമുക്ക് ചിലവായെന്ന് പറഞ്ഞല്ല, നമ്മൾ 3 ലക്ഷം രൂപയ്ക്ക് സോളാർ വെച്ച് കഴിഞ്ഞാൽ ആ 1.5 ലക്ഷം രൂപയും ലാഭമാണ്. അതായത് 15 ലക്ഷം രൂപ നമ്മൾ പെട്രോളിന് മുടക്കുന്ന ആ 15 ലക്ഷം രൂപയും നമുക്ക് ലാഭമായിട്ട് വരെയാണ്. ശരിയാണ്. കാരണം എനർജി ചാർജ് ഇല്ലല്ലോ. അതുകൂടാതെ നമ്മളിപ്പോൾ സോളാർ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ വൈദ്യുതി സൗജന്യമാണ്, ഫ്രീ ആണ്. അപ്പോൾ 3000 രൂപ എന്തായാലും നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടി വരും. നമ്മളിപ്പോൾ 3000 രൂപ നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷത്തേക്ക് കണക്ക് കൂട്ടുക. 5 വർഷം ആകുമ്പോൾ 60 മാസം, 6×3 18, 1,80,000 രൂപ അതിൽ ലാഭമായി. അപ്പോൾ എന്തുകൊണ്ട് ലാഭം? സംശയമുണ്ടോ? റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 1.60 ഓടാമല്ലോ. അപ്പോൾ വീണ്ടും നമുക്ക് അതിന് ബാറ്ററി വാറണ്ടി 1.60 പുതിയ ബാറ്ററി അല്ലേ? പുതിയ ബാറ്ററിക്ക്. ഓക്കെ. അപ്പോൾ ഇത് ഒരു കാരണവശാലും ഇത് ഫെയിലിയർ അല്ല. ഇത് സാമ്പത്തികമായിട്ട് ഒരു ഭദ്രതയുള്ള ഒരു വാഹനമാണ്. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലത്തെ കുറേ ആൾക്കാർ അറിവില്ലാതെ പറഞ്ഞു വരുത്തുന്ന, അതായത് നെഗറ്റീവ് പറയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചും താങ്കളെ സംബന്ധിച്ചും ഈ പ്രത്യേകിച്ച് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുക എന്ന് പറയുന്നത് ആൾക്കാരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നാട്ടു നടപ്പാണ്. നമുക്കറിയില്ലെങ്കിൽ, അതായത് ഞാൻ ഈ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് എന്നെ പ്രാന്തനം വരെ വിളിച്ചിട്ട്. അപ്പം എന്തുകൊണ്ട് വെച്ചാൽ അറിവില്ലാത്തതുകൊണ്ട്. അതാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഇപ്പം ഞാൻ ഈ ഗ്രൂപ്പിൽ എല്ലാവരും പറയുന്നുണ്ട്, നമ്മൾ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള എല്ലാവരും ഭ്രാന്തന്മാരാണെന്നാണ് പൊതുവിൽ പറയണത്. കാരണം ഇലക്ട്രിക് വണ്ടി എടുത്തിട്ടുള്ളവരെല്ലാം ഗ്രൂപ്പിൽ ഭ്രാന്തന്മാരെന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുക. പക്ഷേ ഈ ടെക്നോളജി
അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നും അല്ല ശരിയാണ്. അത് വിജയിപ്പിച്ചെടുത്തിട്ടുള്ളവരെല്ലാം അതിബുദ്ധിമാന്മാരാണ്, തർക്കമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 35 രൂപയ്ക്ക് കിട്ടേണ്ട പെട്രോളാണ് നമ്മൾ 109 രൂപ കൊടുക്കുന്നത്. ശരിയാണ്. 25 രൂപയ്ക്ക് കിട്ടേണ്ട ഡീസലാണ് നമ്മൾ 100 രൂപ കൊടുക്കുന്നത്. ആ സമയത്ത് ഒരു നയ പൈസയ്ക്ക് ചിലവില്ലാതെ ഈ വാഹനം നമുക്ക് ഓടാം. സോളാർ വെച്ച് കഴിഞ്ഞാൽ സോളാറിന് 20 വർഷത്തെ വാറണ്ടിയാണ്. നമ്മളൊരു സോളാർ പാനൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന് 20 വർഷത്തെ വാറണ്ടിയാണ്. 20 വർഷം നമുക്ക് ലൈവായിട്ട് കറണ്ട് കിട്ടും. അത് വീട്ടിലത്തേക്ക് ഉപയോഗിക്കുക, വണ്ടിക്ക് ഉപയോഗിക്കുക. പിന്നെന്ത് പ്രശ്നം? അപ്പോൾ ഈ കേൾക്കുന്നത് ആൾക്കാരെല്ലാം വ്യക്തമായിട്ട് നോക്കിയിട്ടാണ് ഇനി വണ്ടി എടുക്കാനുള്ളത്. വ്യക്തമായിട്ട് നോക്കാനൊന്നുമില്ല. EV വാഹനം എടുക്കുക, വീട്ടിൽ സോളാർ വയ്ക്കുക, ഇഷ്ടംപോലെ ഓടുക. എനിക്ക് വീട്ടിൽ കുറ്റിയടിച്ചിരിക്കരുത്. വീട്ടിൽ കുറ്റിയടിച്ചിരിക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് വണ്ടി എടുക്കുക, ഓടുക. ഒരു ദിവസം നമുക്ക് 200 കിലോമീറ്റർ അന്തം വിട്ട് ഓടാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് നമ്മുടെ ബേസ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. നമ്മളിത് എടുക്കുമ്പോഴത്തേക്ക് ഈ വണ്ടി മാത്രമേ ഉള്ളൂ, അടുത്തൊരു വാഹനം ഇല്ല. ഇപ്പോൾ 500 കിലോമീറ്റർ റേഞ്ചിൻ്റെ കർവ് വന്നിട്ടുണ്ട്. 600 കിലോമീറ്റർ റേഞ്ചിൻ്റെ BYD വന്നിട്ടുണ്ട്. 700 കിലോമീറ്ററിൻ്റെ അടുത്തൊരു വാഹനം ടൊയോട്ടയും മാരുതിയും കൂടെ ചേർന്ന് പണിപ്പുരയിലാണ്. 1000 കിലോമീറ്ററിൻ്റെ ഔഡി വന്നിട്ടുണ്ട്, ബെൻസ്. നമുക്ക് അങ്ങോട്ടും ചിന്തിക്കാൻ പറ്റില്ല, സാധാരണ കാറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ചിന്തിക്കുന്നില്ല. എന്നാൽ 450 കിലോമീറ്ററിൻ്റെ ടാറ്റയുടെ തന്നെ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. 350 കിലോമീറ്ററിൻ്റെ ടാറ്റയുടെ തന്നെ മാക്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പഞ്ച് വന്നിട്ടുണ്ട്. പഞ്ചിന് 350 ഉണ്ട്, 200ൻ്റെ ഉണ്ട്, 2 വേരിയന്റ്. പിന്നെ പഞ്ച് വന്നിട്ടുണ്ട്. അടുത്ത MGയുടെ കോമറ്റ് വന്നിട്ടുണ്ട്. അതിന് ഏകദേശം 150 കിലോമീറ്ററാണ് അതിന് കിട്ടുന്നത്. ടാറ്റയുടെ പിക്സൽ വരുന്നുണ്ട്, പഴയ നാനോ ഉണ്ട്, അത് പിക്സലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിക്കും ഏകദേശം 100-150 മൈലേജ് ഉണ്ട്. അപ്പോൾ ഏത് റേഞ്ചിലുള്ള ആൾക്കാർക്കും 5 ലക്ഷം രൂപ മുതൽ 1.5 കോടി രൂപയ്ക്ക് വരെ അല്ലെങ്കിൽ 2 കോടി രൂപയ്ക്ക് വരെ വാഹനങ്ങൾ ഇലക്ട്രിക്കിൽ വാങ്ങാൻ പറ്റും. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള യുഗം, അതായത് 2050 ആകുമ്പോഴത്തേക്കും മുഴുവൻ വാഹനങ്ങളും EV-ലോട്ട് മാറണം എന്നുള്ളതാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. ഒരു കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നതാണ് ഇങ്ങനെ നമുക്കൊരു EV കാർ ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡറി ആയിട്ട് വേറൊരു കാറും കൂടെ വേണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഇല്ല. എനിക്കൊരു സെക്കൻഡറി കാറുണ്ട്, അത് ഷെഡിൽ ഒതുക്കിയിട്ട് ഏകദേശം 2.5 വർഷമായി ഇതെടുത്തതിന് ശേഷം. ഇന്നുവരെ എടുത്തിട്ടില്ല. അതൊന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ഒരു ആക്റ്റീവ് ഉണ്ടായിരുന്നു. ബുള്ളറ്റിനെ ഞാൻ കൊടുത്തു, കാരണം അത് വെറുതെ ഇരുന്ന് തുരുമ്പ് പിടിക്കേണ്ടത്. കാരണം ബുള്ളറ്റ് ഞാൻ 100 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് എനിക്ക് 300 രൂപ ചിലവുണ്ട്. എനിക്ക് ഇത് 100 കിലോമീറ്റർ ഓടാൻ 75 രൂപ ചിലവുള്ളൂ. സ്വാഭാവികം. ഞാൻ പിന്നെ ബുള്ളറ്റ് കൊടുത്തു. പിന്നെ ഒരു സ്കൂട്ടർ ഇരിപ്പുണ്ട്, അത് തന്നെ ഉപയോഗിക്കുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ എല്ലാ യാത്രകളും ഇതിലാണ്. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡറി വാഹനത്തിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. എന്നാൽ ആവശ്യമായിട്ട് വരും. കാരണം EV ആണ്, പുതിയ ടെക്നോളജിയാണ്. നമ്മൾ ഏത് സമയത്താണോ ഒരു ക്രിട്ടിക്കൽ അലർട്ട് വരാം, എപ്പോഴും മുന്നിൽ കാണണം. അത് കാണണം. കാരണം വെച്ചാൽ അതിലൊന്നും കമ്പനികൾ ഇതുവരെ സാറ്റിസ്ഫൈഡ് അല്ല. അവർ നമ്മളൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന കർവ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ വാഹനങ്ങളും EV എന്ന് പറയുന്നത് പരീക്ഷണ വസ്തുക്കളാണ്. അവർ നമ്മളെ കൊണ്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ EV മോഡലായിട്ട് ഇറക്കിയ വാഹനം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് കർവാണ്. EV പ്ലാറ്റ്ഫോമിൽ ചെയ്ത ഒരു വാഹനമുള്ളൂ കർവ്. ബാക്കി എല്ലാ വാഹനങ്ങളും IC എഞ്ചിൻ മാറ്റിയിട്ട്. അല്ല, പഞ്ചും അങ്ങനെയല്ലേ? പഞ്ച് ഇതുണ്ടല്ലോ, IC എഞ്ചിൻ ഉണ്ടല്ലോ. അതായത് IC എഞ്ചിൻ മാറ്റിയിട്ട് പകരം ബാറ്ററിയും മോട്ടറും വെച്ച് നമുക്ക്. അതുകൊണ്ടാണ് ഈ ടയറിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ വാഹനത്തിന് ഇത് തന്നിരിക്കുന്നത്. പഞ്ചിന് ഇപ്പൊ മാറ്റം വരുത്തിയിട്ടുണ്ട്, കർവിനും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് വേൾഡ് ലെവലിലുള്ള എല്ലാ EV വാഹനങ്ങളും ഫ്രണ്ടിലാണ് നമുക്ക് ചാർജിങ് പോയിന്റ്. അതായത് ഗണ്ണിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ഫ്രണ്ടിലാണ്, പിന്നെ ഫ്രണ്ട് കയറ്റിയിടുക. ഇതെന്തുകൊണ്ട് സൈഡിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പരീക്ഷണ വസ്തുവായിട്ട് നമുക്ക് തന്നു, നമ്മൾ പരീക്ഷിച്ചു. ഇതിൽ ടാറ്റയ്ക്ക് നമ്മൾ പരീക്ഷണം വിജയിപ്പിച്ച് കൊടുത്തതിന് ശേഷം അവർ EV മോഡൽ, EV പ്ലാറ്റ്ഫോമിൽ ചെയ്ത ഒരേ ഒരു മോഡലാണ് കർവ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആ വാഹനം അതായത് ഈ കർവ് എടുക്കുന്നവർക്ക് മറ്റൊരു വാഹനം വേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അതിലെല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചാണ് അവർ അതിൽ ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഈ പഴയ വാഹനങ്ങൾ എടുത്തിട്ടുള്ളവർക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഒരെണ്ണം വേണ്ടി വരും. ഈ ചാർജിങ്ങിൻ്റെ സ്പീഡിനെ പറ്റി എന്താണ്? ചാർജിങ് സ്പീഡ് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചാർജിങ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ വണ്ടി 30 കിലോ വാട്ട് ബാറ്ററിയാണ് നമ്മുടെ വണ്ടിയിലിരിക്കുന്നത്. അപ്പോൾ 30 കിലോ വാട്ട് മെഷീനിൽ നിന്ന് മാത്രമേ 30 കിലോ വാട്ടിൽ മാത്രമേ റിസീവിങ് കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ 60 കിലോ വാട്ടിൻ്റെ മെഷീനിൽ പോയി നമ്മൾ ചാർജ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരത്തെ കയറണമെന്നില്ല. കാരണം റിസീവിങ് കപ്പാസിറ്റി 30 ആണ്. നമുക്കിത് കമ്പനി കുറച്ചും കൂടെ ടൈം ഒന്ന് ചുരുക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചാർജിങ് മെഷീനും മാറണം, 2 ബാറ്ററി മാറണം. അങ്ങനെയാണ്. ബാറ്ററിയുടെ റിസീവിങ് കപ്പാസിറ്റി, അതായത് നമുക്കിപ്പോൾ കഴിക്കാവുന്ന ആഹാരത്തിന് ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറം കഴിച്ചാൽ എന്ത് ചെയ്യും? കഷ്ടപ്പാടാണ് ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ ആവശ്യമായ ചാർജ് ചെയ്തതിനകത്ത് കയറാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് അതല്ല ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാലേ, നമുക്കിപ്പോൾ ചാർജ് കയറാൻ ഒരു 0 to 100 കയറാനുള്ളൊരു ടൈം ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ പറ്റില്ല. ഇപ്പോഴത്തെ ടെക്നോളജിയിൽ പറ്റത്തില്ല. ചിലപ്പോൾ ഫ്യൂച്ചറിലാവാം.
നമ്മളെ കിയയുടെ വാഹനത്തിന് നമുക്ക് 15 മതി. 15 മതി. ആ റിസീവിങ് കപ്പാസിറ്റി 200 കിലോ വാട്ടാണ്. 200 കിലോ വാട്ടിൻ്റെ മെഷീനിൽ നമ്മൾ ചാർജ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 30-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചാർജ് ചെയ്ത് പോകാൻ പറ്റും. ഇനി ഇറങ്ങുന്ന വാഹനങ്ങളിൽ അങ്ങനെ ഒരു അപ്ഗ്രേഷൻ ഉണ്ടാവും. അല്ല, ഞാൻ അത് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരു സ്ഥലം വരെ പോയപ്പോഴത്തേക്കും ആലപ്പുഴ പോയതായിരുന്നു. ആലപ്പുഴ പോയപ്പോൾ ഇതേപോലെ ചാർജ് നമുക്ക് കുറവായത് കാരണം നമ്മൾ കൊണ്ട് ചാർജ് ഇട്ടു. ഫുള്ളാവാൻ ഏകദേശം ഒരു 3/4 മണിക്കൂർ നമുക്ക് എടുക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഭാഗ്യമാണ് 3/4 മണിക്കൂർ. അല്ല, നമ്മൾ ഫുള്ളാക്കിയിട്ടില്ല, ഒരു 80 ആ റേഞ്ചൊക്കെ. നമ്മുടെ വാഹനത്തിൻ്റെ എന്താ പറയുക, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ EV എടുത്തിട്ടുള്ളത് ചാർജ് ചെയ്യുമ്പോൾ സ്ലോ ചാർജ് ആയാലും ഫാസ്റ്റ് ചാർജിങ് ആയാലും ഫുള്ളായിട്ട് ചെയ്യണം. 100% ചാർജ് ചെയ്യണം. കേരളത്തിൽ എൻ്റെ വാഹനം മാത്രമാണ് ഇതുവരെ ബാറ്ററി മാറാത്തതും മോട്ടോർ മാറാത്തതും കംപ്രസർ മാറാത്തതും. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കൈകാര്യം ചെയ്യുന്ന രീതി അതാണ്. ഞാൻ 100% ചാർജ് ചെയ്തേ പോകാറുള്ളൂ. അപ്പോൾ 100% ചാർജ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് EV എടുത്തിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് 25% ആകുമ്പോൾ തന്നെ അടുത്ത് നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ എത്തണം, ചാർജ് ചെയ്യണം. 25% അതിന് താഴോട്ട് വരാൻ നിൽക്കരുത്. കാരണം 25% ഉള്ളപ്പോൾ നമുക്ക് 50 കിലോമീറ്റർ ഓടാൻ പറ്റും. 50 കിലോമീറ്ററിന് ഇടവിട്ടാണ് നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ ഒരിടത്ത് നമ്മൾ പോകുമ്പോൾ അവിടെ മെഷീൻ വർക്കല്ല അല്ലെങ്കിൽ കറണ്ട് ഇല്ല എന്നുള്ള വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അടുത്തൊരു ചാർജ് സ്റ്റേഷനിൽ ഓടിയെത്താനുള്ള ചാർജ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് 25% ആകുമ്പോൾ അടുത്ത് ഒരു ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കണം. അത് പ്രധാനമായിട്ടും EV ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടെന്ന് പറയുന്നത് നമ്മൾ എത്തേണ്ട ചാർജിങ് സ്റ്റേഷൻ വർക്കിംഗ് ആണോ എന്നുള്ളത് അവരുടെ ആപ്പിൽ കയറി നോക്കണം. ഫ്ലക്ഷെയറിൽ നോക്കരുത്, കമ്പനിയുടെ ആപ്പിൽ കയറി നോക്കണം. ഇല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിച്ചിട്ട് പോകണം. വിളിച്ച് ചോദിച്ചിട്ട് പോയാലും പണി കിട്ടും. കാരണം വെച്ചാൽ ഞാൻ സേലത്തിനപ്പുറത്ത് ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സിയോണിൻ്റെ മെഷീനിൽ ഞാൻ വിളിച്ച് ചോദിച്ച് രാത്രി 2 മണിക്ക് ഞാൻ അവിടെ എത്തും. വന്നു കഴിഞ്ഞാൽ ചാർജ് ഉണ്ടാവും, ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ടൊന്ന് ചാർജ് ചെയ്തോളാൻ പറഞ്ഞ് ഞാൻ 2 മണിക്ക് അവിടെ എത്തിയപ്പോൾ അവിടെ കറണ്ടില്ല. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ അടുത്ത് പിന്നെ ചെയ്യേണ്ട എന്തിനാണ്, ഞാൻ 20 കിലോമീറ്റർ പുറകിൽ ഓടി ശങ്കരിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് വേണം ചാർജ് ചെയ്യാൻ. പക്ഷേ അതുവരെ ഓടാനുള്ള ചാർജ് എൻ്റെ കയ്യിലില്ല. പിന്നെ അപ്പോൾ അവർ തന്നെ പറഞ്ഞ് നിങ്ങൾ സ്ലോ ചാർജ് ഇട്ട് പ്ലഗ് ഓപ്പൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു, പ്ലഗ് ഓപ്പൺ ചെയ്തത് ഞാൻ 2 മണിക്കൂർ അവിടെ ചാർജ് ചെയ്തു. ആ സമയത്ത് ആ വണ്ടിക്കകത്ത് കിടന്ന് ഞാൻ ഉറങ്ങി. അങ്ങനെ നേരെ 20% ചാർജ് ആയപ്പോഴത്തേക്കുണ്ട് വണ്ടി എടുത്തിട്ട് നേരെ തിരിച്ച് 20 കിലോമീറ്റർ പുറകിലേക്ക് ഓടി. ഞാൻ അവിടെ നിന്ന് ഓടി വന്നതാണ്. കാരണം ഞാൻ അവസാനത്തെ പോയിന്റും തീർന്നിട്ട് ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. തിരിച്ച് 20 കിലോമീറ്റർ പുറകിൽ അവിടെ ചെന്നപ്പോൾ അവിടെയും പവർ ബ്രേക്ക്. അവിടെ കറണ്ട് വന്നത് തിരിച്ച് രാവിലെ 6 മണിക്ക്. 6 മണിക്ക് ചാർജിലിട്ട് 7:30 മണിയായപ്പോൾ കറണ്ട് ചാർജ് ഫുള്ളായി. കാരണം ഫുള്ളാവുകൊണ്ട് 1.5 മണിക്കൂറാണ് ചാർജ് ചെയ്ത് പിന്നെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് 25% ആകുമ്പോൾ തന്നെ ചാർജ് ചെയ്ത് തന്നെ പോകണം. ഇത്ര കിലോമീറ്റർ ഓടിയപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു സർവീസിന്റെ കോസ്റ്റ് അതൊക്കെ എങ്ങനെയായിരുന്നു? മേജർ സർവീസ് പറഞ്ഞാൽ 30,000 കിലോമീറ്റർ ഓടുമ്പോഴാണ് വരുന്നത്. അതിനിടയിൽ മേജർ സർവീസ് വരുന്നില്ല. 30,000 കിലോമീറ്ററിന്റെ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് 3,000 രൂപ 3,500 രൂപ ചിലവ് വരും. അതിലൊന്ന് അവർ മാറുന്നത് ഒന്ന് കൂളന്റ്, 2 ഗിയർ ഓയിൽ, 3 എന്ന് പറയുന്നത് പിന്നെ ACW. ഇത് 3 മാറുന്നത് 4,000 രൂപയ്ക്കകത്ത് തീരും. 30,000 കിലോമീറ്ററാണ്. ഇതേ സ്ഥാനത്ത് നമ്മൾ IC എഞ്ചിനാണെന്നുണ്ടെങ്കിൽ 15,000 രൂപ ഉറപ്പായിട്ടും മാറും. അതിനിടയിൽ തന്നെ ബ്രേക്ക് പാഡ് മാറണം, ബാക്കി സർവ്വത്ര മാറി കഴിയും. അപ്പം നമുക്ക് ഇതിനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെയില്ല. പിന്നെ 7,500 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് തന്നെ ഒരു ചെക്കപ്പ് ഉണ്ട്. അതിൽ ടോപ്പപ്പ് അവർ ചെയ്തു തരും. 1,000 രൂപ അതിനകത്ത്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ടയറിൻ്റെ മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ 10,000-ലും 5,000 അവർ പറയുന്നത്. 10,000-ൽ നമ്മൾ വീൽ അലൈൻമെൻറ്റ്, വീൽ ബാലൻസിങ്, ടയർ റൊട്ടേഷൻ ഇതെല്ലാം എങ്ങനെ ചേട്ടൻ കമ്പനി തന്നെയാണ് ചെയ്തത്? ഇതെല്ലാം ഞാൻ കമ്പനി ചെയ്തില്ല. കാരണം കമ്പനിയിൽ ചെയ്യുന്നതിനോട് എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യകാലം മുതൽ ഞാൻ പുറത്താണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ വാഹനത്തിൻ്റെ ടയർ എന്ന് പറയുന്നത് അതിശയകരമാണ്. ഫ്രണ്ടിലത്തെ ടയർ 1,00,000 കിലോമീറ്ററും ബാക്കിലത്തെ ടയർ 1,15,000 കിലോമീറ്റർ ഞാൻ ഓടിക്കും. അതിനുശേഷമാണ് ഞാൻ 4 ടയർ മാറി. അത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ്. അല്ലെ പറഞ്ഞ് നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നതല്ലേ? വിശ്വസിക്കാൻ പറ്റില്ല. ഞാനിതൊരിക്കൽ 1-2 അടുത്ത് പോസ്റ്റ് ചെയ്ത സമയത്ത് ഓരോരുത്തരും വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ടാറ്റയുടെ പ്രൊമോഷനാണ്, ആ ടാറ്റയുടെ പൈസ വാങ്ങിച്ചിട്ട് ഞാൻ പറയണതാണ്. ഞാൻ എൻ്റെ അനുഭവമാണ് പറയണത്. കാരണം ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഞാൻ ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ വണ്ടി ടയർ 50,000 കിലോമീറ്റർ ഓടി, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. 1,00,000 ഓടിയപ്പോഴത്തേക്ക് ഞാൻ ടയർ മാറുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രൂപ്പിലുള്ള 6,000 പേർക്കും ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്ന് അല്ല, ഞാൻ കള്ളം പറയേണ്ട കാര്യമില്ല. കാരണം 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരുപാടുണ്ട്. കൊല്ലത്തുള്ള മനു എന്ന് പറയുന്ന ആൾ 1,20,000 കിലോമീറ്റർ ഓടി. മനു ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. 1,20,000 ഓടി. അപ്പോൾ ഞാൻ 10 ഓടി 15 ഓടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 1-2 പേര് ഒന്ന് കമന്റ് ഇട്ടപ്പോൾ മനു വന്നിട്ടാണ് എൻ്റെ വണ്ടി 1,20,000 കിലോമീറ്റർ ഓടിയിട്ടാണ് ഞാൻ ടയർ മാറി. അതെന്താ അതിശയിക്കായിരിക്കും. IC എഞ്ചിനാണെന്നുണ്ടെങ്കിൽ 35,000 40,000 നമ്മൾ 4 ടയർ മാറേണ്ട സ്ഥാനത്താണ്.
ഇത് ഞാൻ പറഞ്ഞ കാര്യം മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. വളരെ കുറവാണ്. ഈ ചില ആൾക്കാർ ഇവിടെ 0 ആണെന്ന്, അങ്ങനെയല്ല, നമുക്ക് ചെറിയൊരു 0 അല്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 40,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് ടയർ മാറേണ്ടടുത്ത് 1,00,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ടയർ മാറണം. അത് നമുക്കൊരു സാമ്പത്തിക ലാഭമല്ലേ? ആണ്. രണ്ടെന്ന് പറയണത് ഇപ്പോൾ 10,000 കിലോമീറ്ററിൽ നമ്മൾ 5,000 രൂപ കൊടുത്ത് സർവീസ് ചെയ്യേണ്ടതിന് പകരം 10,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് നമുക്ക് 1,000 രൂപ ചിലവേ ഉള്ളൂ. 30,000 ആകുമ്പോഴത്തേക്കാണ് നമുക്കൊരു 3,000 രൂപ ചിലവ് വരും. ബ്രാക്ക് പാഡ് ഞാൻ പറഞ്ഞാലും ഇതുവരെ മാറിയിട്ടില്ല. ടിവിയുടെ എല്ലാ ആൾക്കാർക്കും ഇത് തന്നെ, ബ്രാക്ക് പാഡ് ഒന്നും ഇതുവരെ മാറിയിട്ടില്ല. മറ്റ് IC വാഹനങ്ങൾക്ക് എങ്ങനെയായാലും ഒരു 2,500-നും 3,000-നും ഇടയിൽ സ്പെയർ പാർട്സുകൾ ആ വണ്ടിക്കകത്തുണ്ട്. EVയെ സംബന്ധിച്ച് 400-നും 500-നും ഇടയ്ക്ക് സ്പെയർ പാർട്സുകളേ ഉള്ളൂ. കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞൂട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ ഈ 3,500 സ്പെയർ പാർട്സുകൾ ഇരിക്കുന്ന ഒരു വാഹനവും 400 സ്പെയർ പാർട്സുകൾ ഇരിക്കുന്ന ഒരു വാഹനവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിലുള്ള സ്പെയർ പാർട്സ് എന്ന് പറയുന്നത് അത്രയ്ക്കും കുറവാണ്. അഥവാ മാറേണ്ടി വന്നാലും അത്രയില്ല. 400-നകത്തുള്ള സാധനം അറിയാം. 3,500 സ്പെയർ പാർട്സുകളിൽ അതൊക്കെയാണോ മാറേണ്ടി വരുന്നത്? അതെല്ലാം മാറേണ്ടി വരും. ഇതില് ഏറ്റവും കൂടുതൽ പിന്നെ പ്രശ്നം വരുന്നത് സെൻസറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? TPMS-ന്റെ എന്തെങ്കിലും? TPMS നമുക്ക് പോസിറ്റീവാണ്. ചില സമയത്ത് TPMS ബ്രേക്ക് ആവാറുണ്ട്. അത് നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ IC എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് TPMS നേരത്തെ ഇല്ലാത്തതുകൊണ്ട് ടയർ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. എന്നായിരുന്നാലും ഒരു 15 ദിവസത്തിലൊരിക്കൽ ചെക്ക് ചെയ്യാം. അതാണ് നല്ലത്. നമ്മുടെ ഈ നെക്സോണിൽ തന്നെ ഒരുപാട് ആൾക്കാർ ബാറ്ററി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഈ ലിംബ് മോഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ വണ്ടിയിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ബാറ്ററിയുടെ ആയിട്ട് റിലേറ്റ് ആയിട്ട്? ഇപ്പം നമ്മൾ സാധാരണ ഏതൊരു മാനുഫാക്ചറിങ് കമ്പനിക്കും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടാവും. സാധാരണ ഉണ്ടാവുന്നതിനൊക്കെ മാറ്റി വെച്ചിട്ട് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഇല്ലാത്ത പ്രോഡക്റ്റുകളായിരിക്കും ഏതൊരു കമ്പനിയും പുറത്തിറക്കുന്നത്. അപ്പം മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഇല്ല എന്ന് പുറത്തിറക്കുന്ന വാഹനത്തിനും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇപ്പോൾ 20,000 ടാറ്റയുടെ വാഹനങ്ങൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളതിൽ 200 വാഹനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമാണ്, പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുന്നില്ല. അവർക്കുണ്ടാവുന്ന വിഷമം എനിക്കും ഉണ്ടാകുന്ന ഒരു വിഷമത്തിന് തുല്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ 200ഓളം പേർക്ക് ബാറ്ററിയുടേതായ പ്രശ്നങ്ങളുണ്ട്. അവർ മാറ്റിവെച്ചവരുണ്ട്. ആ ബാറ്ററിക്ക് പ്രശ്നമായവരുണ്ട്. ആ ബാറ്ററി മാറ്റി വെച്ചവരുണ്ട്. 4 പ്രാവശ്യം ബാറ്ററി മാറിയിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത ആൾക്കാർ ഇന്നും ഉണ്ട്. അപ്പോൾ അവർക്കുണ്ടായ ഇപ്പോൾ നമ്മളൊരു വാഹനം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് റോഡിലെടുത്ത് കൊണ്ട് പോകുമ്പോൾ വഴി കിടക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നാണക്കേട്, മാനഹാനി, സാമ്പത്തിക നഷ്ടം എല്ലാം ഉണ്ടാവും. ഇതൊക്കെ തരണം ചെയ്യണം. അപ്പോൾ അങ്ങനെ 200ഓളം പേർക്ക് ഇത്തരത്തിൽ വിഷയങ്ങളുണ്ട്. അത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ആ വാഹനങ്ങളെ തിരികെ എടുത്തിട്ട് മറ്റ് വാഹനം കൊടുത്ത് അതിനെ സെറ്റ് ചെയ്യുന്നതിന് പകരം അവർ ആ പാർട്സിനാണ് അവർ പ്രാധാന്യം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരം ഈ മാനുഫാക്ചറിങ് ഇപ്പോൾ 2 പ്രാവശ്യം ബാറ്ററി മാറി വെച്ചതിനും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. ആ വണ്ടി തിരികെ എടുക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റ വിജയിച്ചു. അത് പറയുന്നതിന് പകരം ബാറ്ററി എടുത്ത് പൊളിച്ച് പൂനെക്ക് അയക്കുന്നു, അത് റീപ്ലേസ് ചെയ്ത് വരുന്നു. അപ്പോഴാണ് അടുത്ത് പറയുന്ന സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റ്. സോഫ്റ്റ്വെയർ അവർ കയറ്റുമതി ചെയ്യുന്നു. അത് കഴിഞ്ഞ് അത് 2 മാസം കഴിഞ്ഞ് ഫിറ്റ് ചെയ്യുന്നു, അതിന് കംപ്ലൈൻറ്റ്. അത് കഴിഞ്ഞ് പറയുന്നത് മോട്ടറിൻ്റെ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ചില പ്രശ്നങ്ങൾ 200ഓളം വാഹനങ്ങൾക്ക് കേരളത്തിലുണ്ട്. അത് ടാറ്റ അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ട വിഷയമാണ്. അതിലവർ അലാസ്യത കാണിക്കുന്നതാണ് ഈ ടാറ്റയ്ക്കും ഈ 20,000 വാഹനങ്ങൾക്കും കംപ്ലൈൻ്റ് ആയിട്ട്. കാരണം എപ്പോഴും നെഗറ്റീവാണ് സ്പ്രെഡ് ചെയ്യുന്നത്, പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യില്ല. ഞാൻ പറയുന്ന പോസിറ്റീവാണ്, അത് സ്പ്രെഡ് ചെയ്യില്ല. നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യും. അപ്പം ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ് എന്ന് പറയുന്നത് 20,000 വാഹനങ്ങളിൽ 200 വാഹനങ്ങൾക്കേ ഉള്ളൂ. ബാക്കി 18,000 വാഹനങ്ങൾ സ്മൂത്തായിട്ട് ഓടാണ്, ഒരു കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട്. പക്ഷേ ഈ 18,000 വാഹനങ്ങൾ ഇത്രയും കൃത്യമായിട്ട് ഓടണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അത് പറയുന്നില്ല. അത് 200 വാഹനമാണെങ്കിൽ ഒരു വാഹനമാണെങ്കിൽ പോലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരികെ എടുത്തിട്ട് പകരം വാഹനം കൊടുക്കുക. എങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാം. അപ്പോൾ ഇത് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഇത്ര ശതമാനം, അത് 0.1% മാത്രമേ അത് വരുന്നുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ചേട്ടൻ്റെ വണ്ടിക്ക് ഈ ലിംബ് മോഡ് റിലേറ്റഡ് എനിക്ക് ലിംബ് മോഡ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാനൊരു ഗുരുതരമായൊരു പ്രശ്നത്തിലാണ്. 20% ആയിക്കഴിഞ്ഞാൽ നമുക്ക് 0% വരെ ഓടുന്നതിനിടയ്ക്ക്, കാരണം നമ്മുടെ റേഞ്ച് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ 20-ന്ന് താഴോട്ട് വന്നത്. നമ്മൾ സാധാരണ പറയുമ്പോഴത്തേക്ക് 0-ന്ന് 20-ന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ 20-ൽ എത്തിക്കഴിഞ്ഞാൽ 0 വരെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് 12 കിലോമീറ്റർ ഓടാൻ പറ്റുന്നുണ്ട്. അത്രേ ഉള്ളൂ. എന്നാൽ ലിംബ് മോഡ് വരുന്നുമില്ല. മുൻപ് അല്ലെങ്കിൽ എത്ര കിലോമീറ്ററാണ്? അല്ലെങ്കിൽ എനിക്ക് 40 കിലോമീറ്റർ ഓടാം.
40 20% എനിക്ക് 40 കിലോമീറ്റർ ഓടാൻ പറ്റും. പക്ഷേ 20% നിന്നും നമുക്ക് 0% വരെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് 12 കിലോമീറ്റർ കിട്ടുന്നു. ലിംബ് മോഡ് വരുന്നുമില്ല. അപ്പോൾ ബാറ്ററിയുടെ സെല്ല് വീക്കാണ്. അപ്പോൾ അത് ഒരു 5 സെല്ലോളം വീക്കാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററി ഞാനിപ്പോൾ ഒരു ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഒരു സിസ്റ്റം ഉണ്ട്. അതായത് റീപ്ലേസ് അല്ല, സെൽഫ് ബാലൻസിങ് എന്ന് പറയും. അത് ട്രിവാൻഡ്രത്ത് അവർ വച്ചു എന്നുണ്ടെങ്കിൽ പ്രവർത്തനമല്ല, കൊച്ചിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ സെൽഫ് ബാലൻസ് സിസ്റ്റത്തിൽ അത് അവർ കറക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ 5 സെല്ലോളം വീക്ക് ആവാനാണ് സാധ്യത. ഈ 5 സെല്ല് മാറിക്കഴിഞ്ഞാൽ പ്രശ്നം തീരും. അത് വാറണ്ടിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവില്ല. വാറണ്ടി അല്ലാതെ നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു സെല്ലിന് 3000 രൂപ ചിലവ് വരും. അത് 15,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഈ 20% താഴോട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ ഇതുവരെയുള്ള തിയറി. ഇത് ആരും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അറിയാൻ ഇത് എൻ്റെ തിയറിയായിപ്പോൾ ആർക്കായാലും മനസ്സിലാക്കാൻ പറ്റുമോ. ഇനി ഞാനത് വർക്കൗട്ടിലേക്ക് പോകുന്നുണ്ട്, ചെയ്ത് വിജയിപ്പിച്ച് ഞാനിത് പോസ്റ്റ് ചെയ്യും. ചേട്ടനൊരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. BIVOC എന്നാണ്, ഭാരത് ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് കേന്ദ്ര എന്നാണ് എൻ്റെ ഫുൾ ഫോം. ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ചേട്ടൻ ചെയ്തിട്ടുള്ള ട്രാവൽ എല്ലാം അതിൽ EVയുടെ യാത്ര ചെയ്യുന്നവർക്ക് ചാർജിങ് സ്റ്റേഷനുകളെ കുറിച്ചും ഇന്ത്യയിലൊട്ടാകെയുള്ള ചാർജിങ് സ്റ്റേഷനുകളെ കുറിച്ച്, അതുപോലെ തന്നെ വാഹനത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിക്കും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. പിന്നെ EVയിൽ ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഉള്ള സ്ഥിതിക്ക് ഇത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടാൽ EVയെ സംബന്ധിക്കുന്ന ഒരു ഏകദേശ ഐഡിയ എല്ലാവർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ താങ്കളും EVയുടെ ഈ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ വളരെ സന്തോഷമുണ്ട്. അപ്പം പുതിയ ടെക്നോളജിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം EV എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ EV ഉള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഇപ്പോൾ 1,50,000 കിലോമീറ്ററിനടുത്ത് ഓടിയിട്ടുള്ള ഈ ഒരു കസ്റ്റമർ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ പുള്ളിക്കാരൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്കും ഒരുപാട് പുതിയ അറിവുകളാണ് കിട്ടിയത്. ഒരു ടയറിനും ബ്രേക്ക് പാഡിനൊക്കെ ഇത്രയും ലൈഫ് കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് ആദ്യമായിട്ടാണ് ഞാനും കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ഈ വീഡിയോയിലുണ്ടായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോഴും കണ്ടിട്ടില്ല, സ്കിപ്പ് ചെയ്തൊക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളും തീർച്ചയായിട്ടും ഒന്ന് കാണുക. EV ഉള്ള ഒരു സുഹൃത്തിനൊക്കെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചോദിക്കുക. മാക്സിമം നമുക്ക് അത് റിപ്ലൈ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് EV പറ്റിയുള്ള കൂടുതൽ അറിയാം, പുള്ളിക്കാരൻ്റെ ചാനൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതലൊന്നുമില്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.